ആൻഡ് 14 എന്ന് പറയുന്ന പി ബ്ലോക്ക് എന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം അതിനകത്തുള്ള തിയറിയും ജസ്റ്റ് ടോപ്പിക്കായിട്ട്. അപ്പം നമുക്ക് ഗ്രൂപ്പ് 13 ആദ്യം നമുക്ക് നോക്കാം. അപ്പം ഗ്രൂപ്പ് 13 നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിന് വിളിക്കുന്ന പേര് നമുക്കറിയാം എന്താണ്, ബോറോൺ ഫാമിലി. ഗ്രൂപ്പ് 14 വിളിക്കുന്ന പേര് പറയുമ്പോഴത്തേക്ക് ഏതാണ്, കാർബൺ ഫാമിലിയാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് 13 14 പി ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. കാരണം അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവരുടെ വാലൻസ് ഇലക്ട്രോൺ വരുന്ന ഏതൊന്ന് സബ്ഷെല്ലായിരിക്കും, പി എന്ന് പറയുന്ന സബ്ഷെല്ലായിരിക്കും വരുന്നത്. അതായത് നമ്മൾ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, NS2 NP1 2 ഏതായിരിക്കും, NS2 NP6 വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന എലമെൻറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്, പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നമുക്കറിയാം ഈ പീരിയോഡ് ടേബിളിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പൊസിഷൻ എല്ലാം എവിടെയെന്ന് നമുക്കറിയാം. അതുപോലെ നമുക്ക് എന്താണ് ഏതൊക്കെ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് നമുക്കറിയാം. അപ്പം നമ്മൾ ജസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് പീരിയോഡ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഏതാണ്, NS2 NP ഏതായിരിക്കും 1 to 6 ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏതാണ്, ഗ്രൂപ്പ് 13 to 18 എലമെൻറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്, പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഈ എടുക്കുന്ന പി ബ്ലോക്ക് എലമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതൊക്കെ ഉണ്ടായിരിക്കും, മെറ്റൽസ് ഉണ്ടാകാം, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് നോൺ മെറ്റൽസ് ഉണ്ടാകാം, പിന്നെ നോക്കുമ്പോഴത്തേക്ക് മെറ്റലോയിഡ്സ് ഉണ്ടാകാം. ഇതൊക്കെയാണ് ജനറലായിട്ട് നമ്മൾ പി ബ്ലോക്കിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പറയുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ പറയുന്നത്, ബോറോൺ ഫാമിലി എന്ന് പറയുന്നത് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന എലമെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് തന്നെ ആയിരിക്കും, ബോറോൺ തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, ബോറോൺ ഫാമിലി. സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും, നമ്മളെടുക്കുന്ന അലൂമിനിയം ആയിരിക്കും. അതിനുശേഷമാണ് ആര് വരുന്നത്, നമ്മളെടുക്കുന്ന ഗാലിയം വരുന്നത്. അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് ആര് വരാം, ഇൻഡിയം വരാം. അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഏത്, താലിയം വരാം. ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിയോണിയം, അതായത് NH എന്ന് പറയുന്ന എലമെൻറ്റ് വരാം. ഇത്ര എലമെൻറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത്, ബോറോൺ ഫാമിലിയിലുള്ളത്. ഇനി അതിൽ നമുക്ക് തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം ഏതായിരിക്കും, NS2 ഏതായിരിക്കും, NP1 ആണ് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറ്റോമിക് റേഡിയയും പിന്നെ നമുക്ക് എന്ത് വേണം, അയോണിക് റേഡിയാണ് നമുക്ക് അവിടെ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഇപ്പോൾ അറ്റോമിക് റേഡിയയും അയോണിക് റേഡിയ നമുക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആൻഡ് ദെയർ അയോൺസ് ആകുന്നതാണ് സ്മോളർ സൈസ് ദാൻ കറസ്പോണ്ടിങ് ഏതാണ്, ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ പറയുന്ന ഗ്രൂപ്പ് 13 എലമെൻറ്റ്സിനെയും ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ് നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സും അതിൻ്റെ അയോൺസും എന്തുമായിരിക്കും, അവരുടെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുമായിരിക്കും എന്ന് പറയുമ്പോൾ കുറവായിരിക്കും, കറസ്പോണ്ടിങ് ടു ഏതായിരിക്കും, ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ്. കാരണം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യും, ന്യൂക്ലിയർ ചാർജ് അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് അവിടെ ചെയ്യും. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീസൺ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ സെക്കൻഡ് പോയിൻ്റായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, ദെയർ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയ എന്തുകൊണ്ട് ഇൻക്രീസസ് ഓൺ എന്തുകൊണ്ടോ ഗോയിങ് ഡൗൺ ദി ഗ്രൂപ്പ് വിത്ത് എക്സെപ്ഷൻ ആയിട്ട് ഏതാണ്, ഗാലിയം. അപ്പോൾ നമ്മൾ ഡൗൺ ദി ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അറിയാം നോർമലി എന്തുവാണ്, ഡൗൺ ദി ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അറ്റോമിക് സൈസ് അവിടെ എന്ത് ചെയ്യണം, ഇൻക്രീസ് അവിടെ ചെയ്യണം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദെയർ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയ എന്തുകൊണ്ട് ഇൻക്രീസസ് ഓൺ ഗോയിങ് ഡൗൺ ദി ഗ്രൂപ്പ് വിത്ത് എക്സെപ്ഷൻ ആയിട്ട് ഏതാണ്, ഗാലിയം. ആ ഒരു ഗാലിയത്തിൻ്റെ കേസ് വരുമ്പോൾ മാത്രം അവിടെ എന്ത് ഫീൽ ചെയ്യും, ഒരു എക്സെപ്ഷനിൽ അവിടെ എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ റീസൺ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത് നമ്മൾ പറയുന്നത് പറയുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ നോക്കുന്നത് പറയുമ്പോഴത്തേക്ക് മെൽറ്റിംഗ് പോയിൻറ്റും ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ബോയിലിംഗ് പോയിൻറ്റുമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദ മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ഡു നോട്ട് വേരി എന്ന് റെഗുലർലി ഡ്യൂ ടു ദ സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ ദി എലമെൻറ്റ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുന്നോ കുറയുന്നോ പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അവരുടെ റെഗുലർ ചേഞ്ച് അല്ല വരുന്നത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഡ്യൂ ടു ദ സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ എലമെൻറ്റ്. അപ്പം അവരുടെ സ്ട്രക്ചറൽ വേരിയേഷൻ കാരണം എന്ത് ചെയ്യത്തില്ല, നമുക്കൊരു ഷാർപ്പ് ഇന്ന ചേഞ്ചാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനിയോട് നോക്കുക, മെൽറ്റിംഗ് പോയിൻറ്റ് ഡിക്രീസസ് ഫ്രം ഏതാണ്, ബോറോൺ ടു ഗാലിയം ആൻഡ് ദെൻ എന്താണ്, ഇൻക്രീസസ് ഫ്രം ഗാലിയം ടു ഏതാണ്, താലിയം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദ മെൽറ്റിംഗ് പോയിൻറ്റ് എന്താണ്, ഡിക്രീസസ് ഫ്രം എന്തായിരിക്കും, ബോറോൺ ടു ഗാലിയം ആൻഡ് ദെൻ എന്താണ്, ഇൻക്രീസസ് ഫ്രം ഗാലിയം ടു താലിയം. ഇതാണ് ഒരു നമ്മൾ കാണുന്ന മെൽറ്റിംഗ് പോയിൻറ്റും പിന്നെ നോക്കുമ്പോഴത്തേക്ക് ബോയിലിംഗ് പോയിൻറ്റും.
നമ്മൾ ഒരു കാര്യം നമ്മൾ എക്സെപ്ഷണൽ നോക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുന്ന ഈ പറയുന്ന ബോറോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന ഗ്രൂപ്പിൽ ബോറോണിനാണ് എന്തെന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിൻ്റ് അവിടെ കൂടുതൽ. അപ്പോൾ അവിടെ റീസൺ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് പറയുമ്പോൾ ഇറ്റ് എക്സിസ്റ്റ് ആസ് എ ജയൻറ്റ് കോവാലൻറ്റ് പോളിമർ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ ഏത് കാണിക്കും, അവിടെ ഒരു ജയൻറ്റ് കോവാലൻറ്റ് പോളിമർ അവിടെ കാണിക്കും. അതായത് അവൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും, ഒരു കോവാലൻറ്റ് പോളിമർ ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ആർക്ക് വരുന്നത് എടുപ്പെടുക്കുന്ന ബോറോൺ. അപ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ്റെ ബോറോണിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് എന്തായിട്ട് വരും, ഹൈ ആയിട്ട് അവിടെ വരും. ഇനി നമ്മൾ നോക്കുന്ന പറയുമ്പോഴത്തേക്ക് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അപ്പം അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ റിമൂവ് ചെയ്യേണ്ട എനർജിക്ക് വിളിക്കുന്ന പേരാണ് ഇത് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂ ഓഫ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആർ ലോവർ ദാൻ കറസ്പോണ്ടിങ് ഏതായിരിക്കും, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അപ്പം ഇവിടെ നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ കമ്പയർ ചെയ്യാണ് ഗ്രൂപ്പ് ആരുമായിട്ട് 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോവർ ദാൻ കറസ്പോണ്ടിങ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ റിമൂവൽ ഓഫ് എന്താണ് ഇലക്ട്രോൺ എന്തായിരിക്കും, ഈസി ആയിരിക്കും. കാരണം ഇവിടെ NP1 ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അവൻ്റെ എന്താണ്, അപ്പം NP1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് അവൻ എന്ത് ചെയ്യാം, നമുക്ക് ആ ഇലക്ട്രോൺ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇനി നമുക്കൊരു കാര്യം കൂടെ അറിയാം, നമുക്ക് എന്ത് കൺസിഡർ ചെയ്യണം, ഒരു ഡൗൺ ദി ഗ്രൂപ്പ് കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഡൗൺ ദി ഗ്രൂപ്പ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് അവൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും, ഡിക്രീസസ് ഫ്രം, അല്ലെങ്കിൽ എവിടെ തൊട്ടെന്ന് അറിയാം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോറോൺ ടു ആരായിരിക്കും, അലൂമിനിയം. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡൗൺ ദി ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും, ഡിക്രീസസ് ഫ്രം എന്താണ് ബോറോൺ ടു അലൂമിനിയം. പക്ഷേ അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആരും അവിടെ എക്സെപ്ഷനായിട്ട് ഇരിപ്പുണ്ടായിരിക്കും, ഗാലിയം അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഗാലിയത്തിൻ്റെ എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാമോ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന അലൂമിനിയത്തെക്കാളും എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി ആർക്ക് അവിടെ കൂടുതലാണ്, ഈ എടുക്കുന്ന ഗാലിയത്തിന് അവിടെ എന്തായിരിക്കും കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് റീസൺ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഡ്യൂ ടു ദ പുവർ എന്തായിരിക്കും ഷീൽഡിങ് എഫക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡ്യൂ ടു എന്തായിരിക്കും, ഡ്യൂ ടു പുവർ ഷീൽഡിങ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റിൻ്റെ പ്രസൻസ് കാരണം, അല്ലെങ്കിൽ അവിടുത്തെ സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഷീൽഡിങ് എഫക്റ്റ് എന്തായിരിക്കും, അതിൻ്റെ പുവർ ആയത് കാരണമാണ് ആരുടെ സൈസ് അല്ലെങ്കിൽ അയണൈസേഷൻ എന്തായാലും ഇപ്പോൾ ഇവിടെ കൂടുന്നത് നമ്മൾ എടുക്കുന്ന ഗാലിയത്തിൻ്റെത്. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എഗെയിൻ എന്തായിരിക്കും, എന്താണ് ഡിക്രീസസ് ഇൻ എന്താണ് ഇൻഡിയം ആൻഡ് ദെൻ ഇൻക്രീസസ് അറ്റ് ലാസ്റ്റ് എലമെൻ്റാണ് താലിയം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ നമുക്ക് അത് നോക്കാം. നമ്മൾ അയണൈസേഷൻ എന്താൽപ്പി നമ്മൾ പറഞ്ഞു, അയണൈസേഷൻ എന്താൽപ്പി പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ബോറോൺ തൊട്ട് ഏത് എലമെൻ്റ് വരെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അലൂമിനിയം വരെ ആകുമ്പോഴത്തേക്ക് അയണൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. പക്ഷേ നമ്മൾ ഗാലിയവും അലൂമിനിയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആർക്കാണ് അവിടെ അയണൈസേഷൻ എന്താൽപ്പി കൂടുതലെന്ന് പറഞ്ഞത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗാലിയത്തിനാണ് എന്തെന്ന് പറഞ്ഞത്, അയണൈസേഷൻ എന്താൽപ്പി ഓഫ് ഗാലിയം ഈസ് ഗ്രേറ്റർ ദാൻ ആരായിരിക്കും, അലൂമിനിയം, ഡ്യൂ ടു ഏതാണ് പുവർ ഷീൽഡിങ് എഫക്റ്റ്. ഇനി നമ്മൾ നോക്കുക, അതിനുശേഷം ഇറ്റ് അഗെയിൻ ഡിക്രീസസ് ഇൻ ഏതായിരിക്കും ഇൻഡിയം ആൻഡ് ദെൻ ഇൻക്രീസസ് ഇൻ ദി ലാസ്റ്റ് എലമെൻറ്റ് ഏതാണ്, താലിയം. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് താലിയത്തിനാണ് ഏത് വരുന്നത്, ഒരു അവൻ്റെ അയണൈസേഷൻ എന്താൽപ്പി ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറഞ്ഞാൽ അയണൈസേഷൻ എന്താൽപ്പി. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. ഇതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്താണ്, NS2 NP1 ആണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവന്മാരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, +1 ആകാം, പിന്നെ ഏതും ആകാം, +3 ആകാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതായിരിക്കും, +1 ആകാം, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായി +3 ആയി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോറോൺ മാത്രമേ ഏത് കാണിക്കുകയുള്ളൂ, +1 അവിടെ എന്ത് ചെയ്യൂ കാണിക്കുകയുള്ളൂ. പക്ഷേ ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏത് നമ്മളെടുക്കുന്ന അലൂമിനിയം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏത് കാണിക്കാം, +1 കാണിക്കാം, പിന്നെ ഏതും കാണിക്കാം, +3 കാണിക്കാം.
അതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗാലിയം അവിടെ എന്ത് ചെയ്യാം, +1 കാണിക്കാം, പിന്നെ ഏതും കാണിക്കാം +3. അങ്ങനെ ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും ഏത് കാണിക്കും, +1 പിന്നെ നോക്കുമ്പോഴത്തേക്ക് +3 അവിടെ എന്ത് ചെയ്യും കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം, അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബോറോൺ മാത്രമേ ഏത് കാണിക്കുന്നുള്ളൂ, +1. ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, +3 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡൗൺ ദി ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സ്റ്റെബിലിറ്റി ഓഫ് എന്തുവാണ്, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം നോക്കുമ്പോൾ എന്തുവാണ് ഡൗൺ ദി ഗ്രൂപ്പ് നമ്മൾ നോക്കുകയാണ്. അവിടെ നമ്മൾ ഏതൊക്കെ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കാം, +1 കാണിക്കാം, പിന്നെ ഏതും കാണിക്കാമെന്ന് പറഞ്ഞു, +3 കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഡൗൺ ദി ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക് എന്താണ് ഈ എടുക്കുന്ന +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് അവൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് എന്താണ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഡ്യൂ ടു ദ ഫാക്ട് എന്താണ് സൈസ് ഓഫ് ഏതായിരിക്കും S ഇലക്ട്രോൺ ഇൻ ദി ഔട്ടർ ഷെൽ എന്താണ് ടെൻ ടു റിമെയിൻ പെയർഡ്. അന്ന് നമ്മളങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഔട്ടർ ഷെല്ലെല്ലാം എന്തായിരിക്കും എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞ ഓർബിൽ എത്ര ഇലക്ട്രോണാണ്, 2 S ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ ഷെൽ ടെൻ ടു റിമെയിൻ എന്തായിരിക്കും പെയർഡ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ S ഇലക്ട്രോൺ എല്ലാം എന്തായിരിക്കും പെയർ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് എന്താണ് ബോണ്ട് ഫോർമേഷൻ. കാരണം അപ്പം ഈ എസ്സിലെ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യത്തില്ല, ഡു നോട്ട് എന്തായിരിക്കും പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ട് ഫോർമേഷൻ. അപ്പോൾ ഈ എടുക്കുന്ന എസ്സിലെ ഇലക്ട്രോൺ എന്ത് ചെയ്യത്തില്ല, ബോണ്ടിങ്ങിൽ പങ്കെടുക്കത്തില്ല. അപ്പോൾ ഇനി അവിടെ ആര് മാത്രമേ പങ്കെടുക്കത്തുള്ളൂ, P മാത്രമേ എന്ത് ചെയ്യൂ പങ്കെടുക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതായിരുന്നു, NS2 ഉണ്ട്, പിന്നെ ഏതുകൊണ്ട് NP1 ഉണ്ട്. ഇതിലെ ഈ 1ഉം ഇതിലെ 2ഉം പോകുമ്പോഴേ അവൻ്റെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവരെ വരത്തുള്ളൂ. അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇനി ഇവരെന്ത് ചെയ്യത്തില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. പിന്നെ അവിടെ വരുന്ന ആരായിരിക്കും, ഈ എടുക്കുന്ന NP1 മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ ബോണ്ടിങ്ങിൽ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പം അതിനൊരു റീസൺ ഉണ്ട്. അതിൻ്റെ റീസൺ നമുക്കറിയാം. ഏതാണ് നമ്മൾ പറയുന്ന റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്യൂ ടു ഏതായിരിക്കും ഇനേർട്ട് പെയർ എഫക്റ്റ്. ഇവിടെ നമുക്ക് ആ റീസൺ പണ്ട് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചതാണ്. ഇതാണ് ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ്. അത് കാരണം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യും, അവൻ്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അപ്പം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ +3 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി അപ്പോൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ, എന്ത് ചെയ്യും, ഡിക്രീസസ്. അപ്പോൾ ഇത് നമ്മൾ നോക്കി വയ്ക്കണം. ഏത് P ബ്ലോക്കിനെ സംബന്ധിച്ച് ഫസ്റ്റ് ഏതാണ് അവൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +1 കാണിക്കാം, +3 കാണിക്കാം, സ്റ്റെബിലിറ്റി അപ്പോൾ ആർക്കാണ് നമ്മൾ എന്ത് ചെയ്യണം നോക്കി അവിടെ വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിനി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ എടുക്കുന്ന എലമെൻറ്റ്സ് എല്ലാം ഏത് കാണിക്കും, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അപ്പോൾ ബോറോൺ എന്ന് പറയുന്ന ആളാണ് ഏത് സ്റ്റെബിലിറ്റി അവിടെ +3യുടെ കേസിൽ അവിടെ എന്ത് കൂടുതൽ. പിന്നെ അതിനുശേഷം ആര് വരും, അലൂമിനിയം. അതിനുശേഷം വരുന്നത് ആരായിരിക്കും, ഗാലിയം. അപ്പം ഇതെല്ലാം ഏതാണ് ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +3 ആണ്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ആര് വരാം, ഇൻഡിയം വരാം. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ആരും വരാം, Tl3+. ഇതാണ് നമ്മൾ ഏത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി. ഇനി നമുക്ക് +1 ആണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് വരുന്നത്, താലിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി. അതിനുശേഷം ആര് വരും, ഇൻഡിയം. അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ് വരുന്നത്, ഗാലിയം. പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ആരായിട്ട് മാറി, അലൂമിനിയം. പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് ബോറോൺ. ഇതാണ് നമ്മൾ എടുക്കുന്ന ഏതെന്ന് പറഞ്ഞാൽ ആ ഒരു +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ കാര്യമായിട്ട് വരുന്നത്. ഇതാണ് നമ്മൾ നോക്കുന്ന ഏതെന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇലക്ട്രോ പോസിറ്റീവ് ഓർ ഏത് മെറ്റാലിക് ക്യാരക്ടർ നമുക്ക് നോക്കാം. അപ്പം ഈ 13 എലമെൻറ്റ്സ് ഏതാണ് ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ദാൻ ആരായിരിക്കും, നമ്മളെടുക്കുന്ന ഗ്രൂപ്പ് 2 ആണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആണ് ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ദാൻ ഏതാണ്, ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഡ്യൂ ടു ഏതായിരിക്കും ഹൈ അയണൈസേഷൻ എനർജി. അപ്പോൾ നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും സൈസ് അവിടെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും ഡ്യൂ ടു ഏതായാലും ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യും, അയണൈസേഷൻ എന്തായാലും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവൻ്റെ മെറ്റാലിക് ക്യാരക്ടർ അവിടെ എന്ത് ചെയ്യും, ഡിക്രീസ് അവിടെ ചെയ്യും. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് ഇലക്ട്രോ പോസിറ്റീവ് അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്ത് ചെയ്യും, സെയിം നമുക്ക് ഗ്രൂപ്പിൽ കൂടെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ എലമെൻറ്റ്സ് എന്ത് ചെയ്യും, ഫസ്റ്റ് എന്ത് ചെയ്യും, ഇൻക്രീസസ് ഡൗൺ ദി
ഗ്രൂപ്പ് ഫ്രം ഏതാണ് ബോറോൺ ടു അലൂമിനിയം. അപ്പം നമ്മൾ ബോറോൺ ടു ഏതാണ് അലൂമിനിയം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവൻ്റെ എന്താണ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു എന്താണ് ഇൻക്രീസ് ഇൻ സൈസ്. പക്ഷേ അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് അലൂമിനിയം തൊട്ട് താലിയം വരെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിക്രീസ് ചെയ്യും. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏത് എലമെൻ്റാണ് ഏത് എന്ന് പറഞ്ഞാൽ അലൂമിനിയം ആണ് എന്ത് കാണുന്നത് ഹൈ മെറ്റാലിക് ക്യാരക്ടർ ദാൻ എന്താണ് ബോറോൺ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറിൽ ഈ എടുക്കുന്ന അലൂമിനിയം ആണ് ആരെക്കാളും ബോറോണിനേക്കാളും മെറ്റാലിക് ക്യാരക്ടർ അവിടെ എന്ത് ചെയ്യുന്നത് കൂടുതൽ അവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്ക് ഡ്യൂ ടു ലാർജർ സൈസ്, അപ്പോൾ റീസൺ നമ്മൾ നോക്കുമ്പോൾ ഡ്യൂ ടു ലാർജർ സൈസ് ആൻഡ് ലോവർ അയണൈസേഷൻ എനർജി. അപ്പം ഇതാണ് നമ്മൾ ഏത് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഡൗൺ ദി ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പം അലൂമിനിയം ആണ് എന്തുകൊണ്ടെന്ന് ഹയർ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത് ആരെക്കാളും ബോറോണിനേക്കാളും ഡ്യൂ ടു ഏതായിരിക്കും ഇറ്റ്സ് ലാർജർ സൈസ് എന്ന് പറഞ്ഞാൽ ലോവർ അയണൈസേഷൻ എനർജി. അപ്പം അതിനുശേഷം എന്ത് ചെയ്യും ഈ പറഞ്ഞ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ അവിടെ എന്ത് ചെയ്യും ഡിക്രീസസ്. അപ്പോൾ എന്താണ് ഡിക്രീസ് ഇൻ ദ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ബിയോണ്ട് ഏതാണ് അലൂമിനിയം. അപ്പം അലൂമിനിയത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ അലൂമിനിയത്തിന് ശേഷം ഇവൻ്റെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ അവിടെ എന്ത് ചെയ്യും ഡിക്രീസ് അവിടെ ചെയ്യും. റീസൺ എന്തായിരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡ്യൂ ടു പുവർ ഷീൽഡിങ് ഈ എഫക്റ്റാണ്. അപ്പോൾ ഈ ഡ്യൂ ടു പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വാലൻസ് ഇലക്ട്രോൺ കനോട്ട് എന്തുവാണ് ഈസിലി റിമൂവ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനായിട്ട് അവിടെ പറ്റില്ല. ഇതാണ് നമ്മൾ എടുക്കുന്ന ഇത് ഇലക്ട്രോ പോസിറ്റീവ് അല്ലെ മെറ്റാലിക് ക്യാരക്ടറായിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണത്. ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ നമ്മൾ നോക്കാം. ഈ ഇരിക്കുന്ന ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം ഈ എടുക്കുന്ന ബോറോണിൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ്റെ അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ് ഹൈ ആണ്. ഇവൻ്റെ അയണൈസേഷൻ എന്തായാലും ഹൈ ആണ്. അതുപോലെ അവൻ ഏതുമാണ് സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്മോൾ സൈസാണ് ഫസ്റ്റ് എലമെൻ്റ് ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അയണൈസേഷൻ എന്തായാലും വെരി ഹൈ ആണ് സ്മോൾ സൈസാണ്. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന ബോറോൺ എന്ന് പറയുന്ന ആൾ ആരായിട്ട് മാറും ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ നോൺ മെറ്റൽ. അപ്പം ഈ രണ്ട് റീസൺ കാരണം നമുക്ക് അവൻ ആരായിട്ട് കൺസിഡർ ചെയ്യാം ഒരു നോൺ മെറ്റലായിട്ട് അവിടെ എന്ത് ചെയ്യാം കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മൾ എടുക്കുന്ന പോയിന്റ്. ഇനി നമുക്ക് നോക്കുന്ന പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. അപ്പോൾ അത് നമുക്കറിയാം എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി അപ്പം ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആർ എന്താണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഏതായിരിക്കും ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ആൻഡ് ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ്. കാരണം നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് അവൻ്റെ സൈസ് അവിടെ എന്ത് ചെയ്യും ഡിക്രീസ് അവിടെ ചെയ്യും. ഇതാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യണം ഗ്രൂപ്പ് നമുക്ക് അവിടെ എന്ത് ചെയ്യണം കൺസിഡർ ചെയ്യണം. എല്ലാ കേസും നമ്മൾ ഗ്രൂപ്പ് നമ്മൾ നോക്കണം. ഒരു ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും. എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും നമുക്കറിയാം എന്താണ് ബോറോൺ ടു അലൂമിനിയം വരെ എന്ത് ചെയ്യും അവൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും. പക്ഷേ അതിന് ശേഷം ദെൻ എന്തായിരിക്കും ഇൻക്രീസസ്. അപ്പം ബോറോൺ തൊട്ട് അലൂമിനിയം വരെ മാത്രമേ എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യൂ. അതിനുശേഷം എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു റീസൺ എന്തായിരിക്കും പുവർ ഷീൽഡിങ് എഫക്റ്റ്. ഈ റീസൺ കൊണ്ട് അങ്ങോട്ട് പിന്നെ ഡൗൺ ദി ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും ഇൻക്രീസ് അവിടെ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസാണ് നമ്മൾ നോക്കുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ആദ്യം നോക്കുന്നത് പറയുമ്പോഴത്തേക്ക് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആണ്. അപ്പം നമ്മളെടുക്കുന്ന ഈ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും ഓക്സൈഡ്സും ഫോം ചെയ്യും. പിന്നെ എന്തും ഫോം ചെയ്യും ഹൈഡ്രോക്സൈഡും അവിടെ എന്ത് ചെയ്യും ഫോം ചെയ്യും. ഓക്സൈഡ്സിൻ്റെ ഫോമിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് M2O3. അതുപോലെ ഹൈഡ്രോക്സൈഡിൻ്റെ ഫോമിൽ എന്ന് പറയുമ്പോൾ എന്താണ് MOH ത്രൈസ്. ഇതാണ് നമ്മളെടുക്കുന്ന ഏതെന്ന് പറയുന്നത് ഈ ഓക്സൈഡ്സും പിന്നെ പറയുമ്പോഴത്തേക്ക് ഹൈഡ്രോക്സൈഡ്. ഒരു കാര്യം കൂടെ ഉണ്ട് ദ റിയാക്ടിവിറ്റി ഓഫ് ദീസ് എലമെൻറ്റ്സ് ടുവേഴ്സ് ഓക്സിജൻ എന്താണ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് റിയാക്ടിവിറ്റി ഓഫ് എന്താണ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് എന്ത് ചെയ്യും ഓക്സിജനുള്ള റിയാക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻക്രീസ് അവിടെ ചെയ്യും. ഇതാണ് നമ്മൾ എടുക്കുന്ന ഏതെന്ന് പറയുന്നത് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഡൗൺ ദി ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അപ്പം ഇവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം ഗ്രൂപ്പ് എലമെൻറ്റ് കൺസിഡർ ചെയ്യണം. അപ്പം നമ്മൾക്ക് ഇവിടെ എന്ത് നോക്കാം ഗ്രൂപ്പ് നമ്മൾ നോക്കാം. ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും അപ്പം വി മൂവ് ഡൗൺ ദി ഗ്രൂപ്പ് ദ അറ്റോമിക് സൈസ് ഓഫ് എലമെൻറ്റ് എന്തുവാണ് ഇൻക്രീസസ് വേറാസ് അയണൈസേഷൻ എനർജി എന്തുവാണ്
decreases. As the result, the strength of MO bond എന്താണ് goes on decrease. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് 2-3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് അറ്റോമിക് റേഡിയസ് അവിടെ എന്ത് ചെയ്തു, ഇൻക്രീസ് അവിടെ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് നോക്കണം, അവൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി നമ്മൾ നോക്കി. അയണൈസേഷൻ എൻതാൽപ്പി അവിടെ എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ കൺസിഡർ എംഒ ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഡിക്രീസ് അവിടെ ചെയ്യും. അങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ സ്ട്രെങ്ത് ഓഫ് എന്താണ് എംഒ ബോണ്ട് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ ബേസിക് ക്യാരക്ടർ അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് അവിടെ ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് BC അതായത് ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യും, ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രൂപ്പ് 13 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ എന്താണ് ബേസിക് ക്യാരക്ടർ അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡിക്രീസിന് എന്താണ് അസിഡിക് ക്യാരക്ടർ. അതിൻ്റെ റീസൺ ഇതാണ്. നമ്മൾ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അത് കാരണം MO ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ ബേസിക് ക്യാരക്ടറോടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമ്മൾ എടുക്കുന്ന ഏത് ഓക്സൈഡ്സ് ഓഫ് ഹൈഡ്രോക്സൈഡും അതിൻ്റെ കൂടെ ഒരു സബ്ബായിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഹാലൈഡ്സ്. നമുക്ക് നോക്കാം ഈ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് എന്ത് ഫോം ചെയ്യും, ഹാലൈഡ് അവിടെ ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന ഹാലൈഡിൻ്റെ ഫോമിൽ എന്തായിരിക്കും, MX3 ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മോണോ ഹാലൈഡ്സ് ഓഫ് താലിയം ഉണ്ട്. അതെന്ന് പറയുമ്പോൾ TLF ഉണ്ട്, TLCl ഉണ്ട്. അങ്ങനെ മോണോ ഹാലൈഡ്സും അവിടെ എന്ത് ചെയ്യും, ഇവരവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഹാലൈഡ് നമുക്കറിയാം. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഡ്യൂ ടു സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് എന്താണ് ഓൾ ബോറോൺ ഹാലൈഡ്സ് are ഏതാണ്, കോവാലൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹാലൈഡിൻ്റെ കേസിൽ ഈ എടുക്കുന്ന ഏത് BX3 എന്ന് പറയുന്ന ആൾക്കാർ, അപ്പോൾ നേച്ചർ ഓഫ് BX3 എന്ന് പറയുന്ന ഹാലൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് കോവാലൻ്റ് ആണ്. അപ്പം ദ നേച്ചർ ഓഫ് ഏതാണ് BX3 എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഏതാണ് കോവാലൻ്റ് നേച്ചറാണ്. റീസൺ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡ്യൂ ടു സ്മോൾ സൈസ് ആൻഡ് ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കി വയ്ക്കാം. അവൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് sp2 ഹൈബ്രിഡൈസേഷനാണ് വരുന്നത്. അപ്പം എന്താണ് ഈ എടുക്കുന്ന BX3 എന്ന് പറയുന്ന എലമെൻസും എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പം ഈ ആരായിരിക്കും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ എടുക്കുന്ന BX3 അപ്പം എന്താണ് കോമ്പൗണ്ടാണ്, എത്ര ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഔട്ടർ മോസ്റ്റിൽ ബോറോണിന് 6 ഇലക്ട്രോണേ കാണത്തുള്ളൂ. അപ്പോൾ ആരായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ BX3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഏതായിരിക്കും അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ലൂയിസ് ആസിഡായിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മൾ എടുക്കുന്ന ഇത് ഹാലൈഡ്സിൻ്റെ കൂടെ വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് BX3 എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ബോറോൺ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഏത് നമ്മൾ പറഞ്ഞു കോവാൽ നേച്ചറാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഹൈബ്രിഡൈസേഷൻ ഏതാണ് sp2 ഹൈബ്രിഡൈസേഷൻ നമ്മൾ പറഞ്ഞു. ഇനി BX3 എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ പറഞ്ഞു, ഒരു ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് BF3 ഉണ്ട്. അപ്പം BF3 അവനേക്കാളും കൂടുതലായിരിക്കും ആരെന്ന് പറയുന്നത് BCl3. പിന്നെ ആര് വരുന്നുണ്ട്, നമ്മളെടുക്കുന്ന BBr3 ഉണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് BI3 ഉണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ലൂയിസ് ആസിഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആർക്കായിരിക്കും, നമ്മളെടുക്കുന്ന BI3ക്കായിരിക്കും. അപ്പോൾ ഈ ഓർഡറെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ നോക്കി വെച്ചോണം ഏതിൻ്റെ കേസിൽ, നമ്മളെടുക്കുന്ന ഹാലൈഡ്സിൻ്റെ കേസിലെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഫോർമേഷൻ ഓഫ് ഏതാണ് ഹൈഡ്രേറ്റ്സ് നമുക്ക് നോക്കാം. അപ്പം നൺ ഓഫ് ദി എന്താണ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് റിയാക്ട് ഡയറക്ട്ലി വിത്ത് ആരാണ്, ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എന്തുമില്ല, ഒരു ഹൈഡ്രൈഡ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. ഹൗ നമ്പർ ഓഫ് ഹൈഡ്രേറ്റ്സ് ഓഫ് ദീസ് എലമെൻറ്റ്സ് എന്ത് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ഡൈബോറൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോറോൺ ഫോം ഏതാണ്, നമ്പർ ഓഫ് സ്റ്റേബിൾ കോവാലൻ ഹൈഡ്രേറ്റ് വിത്ത് ഏതാണ് ഹൈഡ്രജൻ. അതിന് നിഡോബോറൈൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഡൈബോറൈൻ ഉണ്ട്, അരാക്കിനോ. അപ്പോൾ ഈ ബോറോൺ അവിടെ എന്ത് ചെയ്യും, ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യും. ആ കമ്പൈൻ ചെയ്ത് കൊണ്ടാകുന്ന കോമൺ നമ്മൾ സിമ്പിൾ പേരിടുന്ന ബൊറൈൻസ് എന്നവിടെ പറയും. അപ്പം ഈ എടുക്കുന്ന ബൊറൈൻസും ഏതാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം ഇതാണ് എടുക്കുന്ന ഏതെന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മീൻസ് ഏതെന്ന് പറയുന്നത് ഹൈഡ്രേറ്റ്സിൻ്റെ കേസിൽ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന ഏതാണ് AlH3 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് AlH3 ആണ്. അലൂമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും സ്ട്രക്ചർ നമ്മൾ എടുക്കുന്ന
ഒരു പോളിമർ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് ആരായിട്ട് കാണാൻ പറ്റുന്നത്, ഈ എടുക്കുന്ന അലൂമിനിയം ഹൈഡ്രൈഡ് നമ്മളവിടെ കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, ഫോർമേഷൻ ഓഫ് കാർബൈഡ് ആണ്. അപ്പോൾ ഇവിടെ ഫോർമേഷൻ ഓഫ് കാർബൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോറോണും അല്ലെങ്കിൽ എന്താണ് എടുക്കുന്ന ആരുണ്ട്, അലൂമിനിയം ഹീറ്റിംഗ് വിത്ത് ഏതാണ്, കാർബൺ അറ്റ് ഹൈ ടെമ്പറേച്ചർ ടു ഫോം ഏതാണ്, കാർബൈഡ്. നമ്മൾ എടുക്കുന്ന ബോറോണും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ആരാണ്, അലൂമിനിയം. നമ്മൾ ഹൈ ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചർ നോക്കുമ്പോൾ തന്നെ അറിയാം എത്രയാണ്, 2500 പിന്നെ 1000 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് അവിടെ എന്ത് ഫോം ചെയ്യും, നമ്മൾ എടുക്കുന്ന അലൂമിനിയം കാർബൈഡ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും സിമ്പിളായിട്ട് നമുക്കറിയാം ഈ എടുക്കുന്ന ഏതാണ്, ബോറോൺ കാർബൈഡ് എന്ന് പറയുമ്പോൾ ഏത് നേച്ചറായിരിക്കും അവനെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോവാലൻ്റ് നേച്ചറാണ് നമ്മൾ എടുക്കുന്ന ഏത് ബോറോണിൻ്റെ കാർബൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷേ ഈ എടുക്കുന്ന അലൂമിനിയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഈ അലൂമിനിയത്തിൻ്റെ കാർബൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും, നമ്മൾ എടുക്കുന്ന ഒരു അയോണിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ അവിടെ നമ്മൾ ഏതായിരിക്കും, അയോണിക് നേച്ചറായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന അലൂമിനിയം കാർബൈഡ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, അതായത് Al4C3 എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ്രോളൈസ് ചെയ്യും. H2 നമ്മൾ എന്ത് ചെയ്യും അവിടെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ H2 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഏതായിരിക്കും, AlOH ത്രൈസ് പ്ലസ് എന്തുവാണ്, CH4 അവിടെ ഫോം ചെയ്തു. അപ്പോൾ അവിടെ റിലീസ് ചെയ്യുന്നത് ഏത് ഗ്യാസ് ആയിരിക്കും, CH4 എന്ന് പറയുന്ന ഗ്യാസ് എന്ത് ചെയ്യും അവിടെ ഫോം ചെയ്യും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ്, അലൂമിനിയം കാർബൈഡ് ഏതാണ്, അയോണിക് എന്ന് നമ്മൾ പറഞ്ഞു. ഓൺ ഹൈഡ്രോളിസിസ് ഗീവ് ഏതാണ്, മീത്തൈൻ. അപ്പോൾ CH4 അവിടെ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. ഹെൻസ് ഇറ്റ് ഈസ് സംടൈംസ് കോൾഡ് എന്ന് അലൂമിനിയം മെത്തനൈഡ്. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പറഞ്ഞ വാക്ക് ഇതാണ്, ഏതാണ്, അലൂമിനിയം എന്താണ്, മെത്തനൈഡ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ പറയുമ്പോഴത്തേക്ക് എടുക്കുന്ന അലൂമിനിയം കാർബൈഡ് നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്തവിടെ ഫോം ചെയ്യും, CH4 അവിടെ എന്ത് ചെയ്യും ഫോം ചെയ്യും. ഇനി നമുക്ക് സിമ്പിളാണ്, ഏതാണ്, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ഏതാണ്, ബോറോൺ. അപ്പോൾ എന്തുകൊണ്ടാണ് ബോറോൺ ഏത് അനോമലസ് ബിഹേവിയർ കാണിക്കുന്നത് നമുക്കറിയാം. എന്തുകൊണ്ടായിരിക്കും, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡ്യൂ ടു സ്മോൾ സൈസാണ് നമുക്കറിയാം. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവൻ്റെ അയനൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും, ഹൈ ആയിരിക്കും. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ആബ്സെൻസ് ഓഫ് ഏതാണ്, ഡി ഓർബിറ്റൽ. ഈ റീസൺ കൊണ്ടാണ് ബോറോൺ എന്ത് കാണിക്കുന്നത്, അനോമലസ് ബിഹേവിയർ അവിടെ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അനോമലസ് ബിഹേവിയർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് നോക്കാം, ഒരു മെറ്റാലിക് ബിഹേവിയർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബോറോൺ എന്ന് പറയുന്നത് ഏതാണ്, ഒരു നോൺ മെറ്റലാണ്. പക്ഷേ ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം ഏതായിട്ട് വരും, മെറ്റലായിട്ട് അവിടെ വരും. ഇനി സെക്കൻഡ് പോയിന്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അലൂമിനിയം എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, ബട്ട് ബോറോൺ എന്തായിരിക്കും, നോട്ടായിരിക്കും. അപ്പം ബോറോൺ എന്താണ് കണ്ടക്ട് ചെയ്തത്, പക്ഷേ അലൂമിനിയം അവിടെ എന്ത് ചെയ്യും, കണ്ടക്ട് അവിടെ ചെയ്യും. ഇനി അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ബോറോൺ എക്സിസ്റ്റ് ചെയ്യുന്ന 2 സ്ട്രക്ചർ, അതായത് അമോർഫസ് സ്ട്രക്ചറും ഫോം ചെയ്യാൻ പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, ക്രിസ്റ്റലൈൻ കാണിക്കും. പക്ഷേ അലൂമിനിയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അലൂമിനിയം ഇസ് എന്താണ് ഡെലിക്കേറ്റ് മെറ്റൽ ആൻഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന വേരിയസ് സ്ട്രക്ചർ എന്ന് നമുക്ക് അവിടെ പറയാം. ഇനി ബോറോൺ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫ്രെയിംസ് എന്താണ്, ജസ്റ്റ് എ കോവാലൻ കോമ്പൗണ്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഫോം ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ള കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് കാണിക്കാം, അയോണിക്കും കാണിക്കാം. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് കോവാലൻ്റ് അവിടെ കാണിക്കാം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡും ഉണ്ട്. അവരെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് അസിഡിക്കാണ്. പക്ഷേ അലൂമിനിയം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതായിരിക്കും, അവനെന്ന് പറയുമ്പോഴത്തേക്ക് അംഫോട്ടറിക്ക് അവിടെ കാണിക്കും. അപ്പോഴത്തേക്ക് ബോറോണിൻ്റെ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡും ഏതാണ്, അസിഡിക്കും. പക്ഷേ ബാക്കിയുള്ളവരെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്, അംഫോട്ടറിക്കും. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതും ആകാം, ബേസിക്കും ആകാം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഹാലൈഡ് നമുക്ക് നോക്കാം, അതായത് ഹാലജനായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ബോറോണിൻ്റെ മാത്രമേ എന്ത് ഫോം ചെയ്യുള്ളൂ, മോണോമർ ഫോം ചെയ്യുള്ളൂ. ബാക്കി എല്ലാവരുടെ എന്ത് ഫോം ചെയ്യും, ഡൈമർ അവിടെ ഫോം ചെയ്യും. അതാണ് നമ്മൾ നോക്കുന്നത് Al2Cl6 ആയിട്ട് നമ്മളവിടെ എഴുതുന്നത്. ഇനി ഹൈഡ്രേറ്റ്സ് ഓഫ് ബോറോൺ എന്നാണ് ആർ ക്വൈറ്റ് എന്നാണ് ഇനേർട്ട്, വൈൽ ദോസ് ഓഫ് അലൂമിനിയം എന്നാണ് ഫ്ലിംസി. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന ഹൈഡ്രേറ്റ്സ് ഓഫ് ബോറോൺ എന്ന് പറയുന്നത് ക്വൈറ്റ് ഇനേർട്ടാണ് നമുക്ക് അവിടെ പറയാം. ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അനോമലസ് ബിഹേവിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കുന്നത് ഏതാണ്, സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ബോറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്തുവാണ്, മീൻസ് കോമ്പൗണ്ട് എല്ലാം മീൻസ് ഓരോ എലമെൻറ്റ്സിൻ്റെയും പ്രോപ്പർട്ടീസ്, അത് ഗ്രൂപ്പിൽ എങ്ങനെ മീൻസ് വേരിയേഷൻ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ബൊറാക്സ് ആണ്. ബൊറാക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഫോമുല എന്തുവാണ്, Na2B4O7 10H2O ആണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബൊറാക്സ്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യും, Ca2B6O11 എന്ന് പറയുന്ന കോമ്പൗണ്ടിന് നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും, സോഡിയം കാർബണേറ്റും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടാണ്
നമുക്ക് കിട്ടുന്ന ഏതെന്ന് പറയുന്നത് ബൊറാക്സ്. അപ്പോൾ Na2B എന്ത് കിട്ടുന്നത് Na2B4O7 ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ടായിട്ട് പറയുന്നത് ഏത് ബൊറാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ബൊറാക്സ് ഈസ് നോർമലി എന്താണ് ഫോർമുലേറ്റഡ് എന്തായിട്ട് നമ്മൾ എഴുതുന്നത് Na2B4O7 10H2O ആണ് പറയുന്നത്. ഇതാണ് നമ്മൾ ജനറൽ ഫോർമുലേറ്റ് വരുന്നത്. ദിസ് ഫോം ഈസ് നോൺ എസ് എന്ന് പ്രിസ്മാറ്റിക് ഫോമാണ്. കാരണം ദ ബൊറാക്സ് ഓൾസോ എക്സിസ്റ്റ് എന്ന് 2 other ഫോം, അതായത് ജുവലർ ഓർ എന്ന ഒക്ടാഹെഡ്രൽ ബൊറാക്സ് ആയിട്ട് വരാം. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 2 ഡിഫറെൻറ്റ് ഫോമിലൂടെ കാണിക്കുക. ഏതൊക്കെയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ജുവലർ ഫോം അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ ബൊറാക്സ് ആയിട്ട് കാണിക്കുക. ഇതാണ് രണ്ടിൻ്റെയും എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മീൻസ് കോമ്പൗണ്ട് ഡിഫറെൻറ്റ് നെയിമായിട്ടും എൻ്റെ ഫോമിലായിട്ടും വരുന്നത്. ചിലപ്പോൾ ജസ്റ്റ് ചോദിക്കാം അത്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കും. പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന ബൊറാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ബേസിക് ഇൻ നേച്ചറാണ്. ആൻഡ് ഇറ്റ് സൊല്യൂഷൻ ഇൻ ഹോട്ട് വാട്ടർ ഇസ് ആൽക്കലൈൻ ആൻഡ് ഇറ്റ് ഡിസോൾവ്സ് ഇറ്റ് ഇൻടു ആരാണ് നമ്മൾ ബോറിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ഇതാണ് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പം അത് ഫസ്റ്റ്. ഇനി നമ്മൾ നോക്കാം ഓൺ ഹീറ്റിംഗ് ഫോം ഏതാണ് ട്രാൻസ്പാരൻറ്റ് ബൊറാക്സ് ബീഡ്. അത് നമ്മൾ പഠിച്ചാൽ എന്താണ് ബൊറാക്സ് ബീഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളവിടെ എന്ത് ചെയ്യും, ഇവനെ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും, നമ്മൾ കൺസിഡർ ചെയ്യുന്ന B2O3 അവിടെ ഫോം ചെയ്യും. അതാണ് നമ്മളെടുക്കുന്ന ട്രാൻസ്പാരൻറ്റ് ഗ്ലാസി ബീഡ് എന്ന് നമ്മളവിടെ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളെടുക്കുന്ന ആയിരുന്നു അവൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ട്രീറ്റഡ് വിത്ത് അലൂമിനിയം ക്ലോറൈഡ് ഫോം ഏതാണ് ബോറോൺ ട്രൈ നൈട്രൈഡ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന കോമ്പൗണ്ടിനെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും, അമോണിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും, ബോറോൺ നൈട്രൈഡ് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ റിയാക്ഷനായിട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി യൂസസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ബൊറാക്സ് ഈസ് യൂസ്ഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എന്താണ് കളേർഡ് മെറ്റൽ അയോൺസ്. അത് നമ്മൾ എടുക്കുന്ന ബൊറാക്സ് ബീഡ് ടെസ്റ്റ് നമ്മൾ പറയുന്നത്. പിന്നെ എന്താണ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഏതായിരിക്കും ഒപ്റ്റിക്കൽ ആൻഡ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, പിന്നെ ഇനാമൽസ് ആൻഡ് ഗ്ലാസ് ആൻഡ് പോട്രി ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ ഫ്ലെക്സ് ഇൻ ദ മെറ്റലർജിക്കൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കും. ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇത് ബൊറാക്സിൻ്റെ പ്രിപ്പറേഷനും ജസ്റ്റ് പ്രോപ്പർട്ടീസും യൂസും. ഇനി നമ്മൾ നോക്കുന്നത് ഏതാണ് ബോറിക് ആസിഡാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബോറിക് ആസിഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ബോറിക് ആസിഡ് ഈസ് ഏതായിരിക്കും വീക്ക് ഇനോർഗാനിക് ആസിഡ് വിത്ത് ഏതാണ് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഏതാണ് ഓർത്തോബോറിക് ആസിഡ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളെടുക്കുന്ന ബൊറാക്സ് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രോങ് ആസിഡ് HCl റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് ആരെന്ന് പറയുന്നത് H3BO3 എന്ന് പറയുന്ന നമ്മളെടുക്കുന്ന ഓർത്തോബോറിക് ആസിഡ്. ഇനി നമുക്ക് അല്ലാണ്ടും പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് BBr3 എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ ഓർത്തോബോറിക് ആസിഡ് അവിടെ എന്ത് ചെയ്യാം കിട്ടാം. പിന്നെ B2H6 എന്ന ഡൈബറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ ഓർത്തോബോറിക് ആസിഡ് നമുക്ക് അവിടെ പ്രിപ്പയർ ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എന്താ വൈറ്റ് ക്രിസ്റ്റലൈൻ സോൾട്ട് വിത്ത് ഡെൻസിറ്റി എത്രയാണ് 1.435 ആണ്. പിന്നെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കാണ് 170.9 ആണ്. ആൻഡ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 300 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അവൻ്റെ ഏതെന്ന് പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബോറിക് ആസിഡ് നമ്മൾ പറഞ്ഞു ഏതാണ് ഒരു വീക്ക് മോണോ ബേസിക് ആസിഡാണ്. ആൻഡ് എന്നുള്ളത് നമ്മൾ എടുക്കുന്ന ഏത് ഓർത്തോബോറിക് ആസിഡ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേഴ്സ് ഏതാണ് ലൂയിസ് ആസിഡ്. അപ്പോൾ നമുക്ക് ഇവൻ ആരായിട്ട് കൺസിഡർ ചെയ്യാൻ ഒരു ലൂയിസ് ആസിഡായിട്ട് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഡിസോൾവ് ഇൻ വാട്ടർ ആൻഡ് അൺഹൈഡ്രസ് സൾഫ്യൂരിക് ആസിഡ് എന്ന്. അപ്പോൾ ഇവനെന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, എവിടെയൊക്കെ ഡിസോൾവ് ആകും, ബോയിലിംഗ് വാട്ടറിനും പിന്നെ നോക്കുമ്പോഴത്തേക്ക് അൺഹൈഡ്രസ് സൾഫ്യൂരിക് ആസിഡ് അവൻ എന്ത് ചെയ്യും, ഡിസോൾവ് ആയി പോകും. ഇനി വെൻ ട്രീറ്റഡ് ഹീറ്റഡ് ഹൈ ടെമ്പറേച്ചർ ഇറ്റ് അണ്ടർഗോ ഡീഹൈഡ്രേഷൻ ടു ഫോം മെറ്റാബോറിക് ആസിഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഏതായിട്ട് മാറും, മെറ്റാബോറിക് ആസിഡായ HbO2 ആയിട്ട് എന്ത് ചെയ്യും മാറും. ഇതാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്. ഇനി നമുക്ക് എന്തുവാണ് യൂസസ് നമ്മൾ നോക്കാം. ബോറിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നോൺ ടോക്സിക് വിത്ത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആർക്കെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഓർത്തോബോറിക് ആസിഡ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് ആൻറ്റിസെപ്റ്റിക് ഏജൻറ്റ്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രിസർവേറ്റീവ് ഉപയോഗിക്കാം, പിന്നെ pH ബഫർ ഇട്ട് ഉപയോഗിക്കാം. ഒരുപാട് എന്തുണ്ട് യൂസ് ഉണ്ട് ആർക്കെന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന ഓർത്തോബോറിക് ആസിഡിന്. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ഏതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡൈബൊറൈൻ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് NaBH4 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന്
നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അയഡിനുമായിട്ട് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അപ്പോൾ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് സോഡിയം ബോറോൺ ഹൈഡ്രേറ്റിന് നമ്മൾ എന്ത് ചെയ്യും, അയഡിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് നമ്മളെടുക്കുന്ന ആരെന്ന് പറഞ്ഞാൽ ഡൈബൊറൈൻ എന്ന് പറയുന്നത്. അപ്പം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെടുക്കുന്ന കോമ്പൗണ്ട് മഗ്നീഷ്യം എന്ന ബോറൈഡിനെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. HCl റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, B4H10 എന്ന് കിട്ടും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, H2 റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറഞ്ഞ ഡൈബൊറൈൻ അവിടെ കിട്ടുന്നത്. അല്ലാണ്ട് നമ്മൾ ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ട്, നമ്മൾ അവനെ ആരുമായിട്ട് റിയാക്ട് ചെയ്യും, BF3 എന്ന് പറയുന്ന ബോറോൺ ട്രൈഫ്ലൂറൈഡിന് നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും, സോഡിയം ഹൈഡ്രൈഡുമായിട്ട് NaHുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, B2H6 എന്ന ഡൈബൊറൈൻ അവിടെ കിട്ടും. ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തും ഫോം ചെയ്യും, സോഡിയം ഫ്ലൂറൈഡ് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, അപ്പം ബോറോൺസ് ഏതാണ്, ആർ കളർലെസ് ഡയാമാഗ്നറ്റിക് കോമ്പൗണ്ട് വിത്ത് ഏതാണ് ലോ തെർമൽ സ്റ്റെബിലിറ്റിയാണ്. അപ്പം കളർലെസ് ആണ്, അതുപോലെ ഏതാണ് ഡയാമാഗ്നറ്റിക് കോമ്പൗണ്ട് വിത്ത് ഏതാണ് ലോ തെർമൽ സ്റ്റെബിലിറ്റിയാണ്. ഡൈബൊറോൺ എന്ന ഗ്യാസ് ഇറ്റ്സ് എ ഗ്യാസ് ഏതാണ് അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് സ്വീറ്റ് സ്മെൽ ആൻഡ് ഇറ്റ് എക്സ്ട്രീംലി ഏതാണ് ടോക്സിക് ആണ്. അപ്പം ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഹൈലി റിയാക്റ്റീവ് ആണ് ഏത് നമ്മൾ എടുക്കുന്ന ഡൈബൊറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇറ്റ് ഫോംസ് എന്താണ് ഹയർ ബൊറൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്ക് B2H6 എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്തായിട്ട് മാറും, ഹയർ ബൊറൈൻസ് ആയിട്ട് മാറും. അതായത് B5H11 B4H10 പിന്നെ B10H14 എന്ന് പറയുന്ന ഹയർ ഏതായിട്ട് മാറും, ബൊറൈനായിട്ട് മാറും. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ എടുക്കുന്ന ഡൈബൊറൈൻ റിയാക്ട് വിത്ത് വാട്ടർ ആൻഡ് ആൽക്കലി ടു ഗീവ് ബോറിക് ആസിഡ് ആൻഡ് മെറ്റാബോറൈറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ എടുക്കുന്ന ഡൈബൊറൈൻ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ആൽക്കലിയുമായിട്ടും വാട്ടറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, ബോറിക് ആസിഡും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് മെറ്റാബോറൈറ്റ് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, വാട്ടറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, ബോറിക് ആസിഡ് അവിടെ ഫോം ചെയ്തു. എണ്ണ വെച്ചിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്തു, ബോറൈറ്റ് അവിടെ എന്ത് ചെയ്തു, ഫോം ചെയ്തു. ഇതൊക്കെയാണ് റിയാക്ഷനിൽ വരുന്നത്. ഇനി ആക്ഷൻ ഓഫ് എന്തുവാണ്, എയർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അറ്റ് റൂം ടെമ്പറേച്ചർ പ്യുവർ ഡൈബൊറൈൻ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഏതാണ് ഓക്സിജൻ ഓർ എയർ, ബട്ട് ഇൻ പ്യുവർ ഫോം ഇറ്റ് ഗീവ് B2O3 അലോങ് എ ലാർജ് എമൗണ്ട് ഓഫ് ഏതാണ് ഹീറ്റ്. അപ്പം നമ്മൾ ഇംപ്യൂർ ബൊറൈനാണ് എടുക്കുന്നതെങ്കിൽ അവൻ എന്ത് ചെയ്യും, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യും, B2O3 അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അതുപോലെ ഈ എടുക്കുന്ന ഡൈബൊറൈൻ റിയാക്ട് ചെയ്ത് മീഥൈൽ ആൽക്കഹോൾ ടു ഫോം ഏതാണ് ട്രൈമീഥൈൽ ബൊറൈറ്റ് അവിടെ ഫോം ചെയ്യും. അപ്പം ഈ എടുക്കുന്ന ഡൈബൊറൈൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യും, മീഥൈൽ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഏതാണ്, ട്രൈമീഥൈൽ ബൊറൈറ്റ് അവിടെ എന്ത് ചെയ്തു, ഫോം ചെയ്യും. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അടുത്ത റിയാക്ഷനിൽ ഹൈഡ്രോബൊറേഷനാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഡൈബൊറൈൻ ആഡ്സ് ടു എന്താണ് ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ ഇൻ എന്താണ് ഇത് സോൾവൻ അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പം ഈ എടുക്കുന്ന ഡൈബൊറൈൻ നമുക്ക് എന്ത് ചെയ്യാം, ആൽക്കീനുമായിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഹൈഡ്രോബൊറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉപയോഗം നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഹൈലി യൂസ്ഡ് ഇൻ എന്താണ് സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രി എസ്പെഷ്യലി ഫോർ ഏതാണ് ആൻറ്റി മാർക്കോണിക് അഡീഷൻ നമ്മൾ നോക്കാം. ഇതാണ് അതിൻ്റെ ഏതെന്ന് പറഞ്ഞാൽ ജേണൽ ആയിട്ട് വരുന്നത്, ഇക്വേഷനായിട്ട് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണെന്ന് അറിയാമോ, റിയാക്ഷൻ വിത്ത് അയോണിക് ഹൈഡ്രൈഡ് ആണ്. അതായത് വെൻ ട്രീറ്റഡ് വിത്ത് മെറ്റാലിക് ഹൈഡ്രൈഡ് ഫോം ഏതാണ്, മെറ്റാബോറോ ഹൈഡ്രൈഡ് അവിടെ ഫോം ചെയ്തു. അപ്പം എടുക്കുന്ന ഡൈബൊറൈൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യും, മെറ്റൽ ഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, മെറ്റൽ ബോറോ ഹൈഡ്രൈഡ് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അതായത് നമ്മൾ എടുക്കുന്ന ഏതാണ് ലിഥിയം ബോറോ ഹൈഡ്രൈഡ് സോഡിയം ബോറോ ഹൈഡ്രൈഡ് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇനി റിയാക്ഷൻ വിത്ത് ഏതാണ് അമോണിയ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വെൻ എന്താണ് ട്രീറ്റഡ് വിത്ത് എക്സസ് അമോണിയ അറ്റ് ലോ ടെമ്പറേച്ചർ ഡൈബൊറൈൻ ഗീസ് എന്താണ് ഡൈബൊറൈൻ അമോണേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അവന് വീണ്ടും നമ്മൾ ഓൺ ഹീറ്റിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഗീവ്സ് എന്താണ് ബൊറാസോൾ അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ആ ബൊറാസോളാണ് അല്ലെങ്കിൽ ബൊറാസിൻ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇനോർഗാനിക് ബെൻസിൻ. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറയുന്നത് റിയാക്ഷൻ വിത്ത് അമോണിയ. അപ്പോൾ നമ്മൾ എന്ത് എക്സസ് എമൗണ്ട് ഓഫ് അമോണിയ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമ്മൾ എടുക്കുന്ന ഒരു ഡൈബൊറൈൻ ഡയമോണേറ്റ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് അവിടെ കിട്ടും. അവിടെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അതേസമയം ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ കിട്ടുന്ന കോമ്പൗണ്ട് ഏതായിരിക്കും, ബൊറാസോൾ അവിടെ കിട്ടും. അപ്പോൾ രണ്ട് ടെമ്പറേച്ചറുകൾ നോക്കണം, ഒന്നെന്ന് പറഞ്ഞാൽ ഏതാണ് ലോ ടെമ്പറേച്ചറും മറ്റൊന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ഹൈ ടെമ്പറേച്ചറും. രണ്ടും കിട്ടുന്ന പ്രോഡക്റ്റ് അവിടെ എന്തുണ്ട്, വ്യത്യാസം അവിടെ ഉണ്ട്. ലോ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഏതാണ്
ഡൈബൊറൈൻ ഡൈ അമോണേറ്റ് ഉണ്ട്. അതേസമയം ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് ഇനോർഗാനിക് എന്ത് കിട്ടും, ബെൻസീനോടെ ഫോം ചെയ്യും. ഓക്കെ, ഇനി സ്ട്രക്ചർ ഓഫ് ഡൈബൊറൈൻ നമുക്കറിയാം എന്താണ്, നമ്മൾ കണ്ടിട്ട് ഇത് ബനാന ലൈക്ക് സ്ട്രക്ചറാണ് വരുന്നത്. ആർക്കെന്ന് പറയുന്നത് നമ്മൾ ഡൈബൊറൈന് വരുന്നത്. അപ്പോൾ ഇവിടെ ഡൈബൊറൈൻ എന്തോ 2 BH2 യൂണിറ്റ്സ് ലിങ്ക് ബൈ ഏതാണ് 2 ബ്രിഡ്ജ് ഹൈഡ്രജൻ ആറ്റം ആണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എത്ര BH ബോണ്ട് ഉണ്ടായിരിക്കും, ഒരു 8 BH ബോണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ സ്ട്രക്ചറിന് വിളിക്കുന്ന ഒരു പേരുണ്ട് ബനാന ലൈക്ക് സ്ട്രക്ചർ. അതുപോലെ 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്ന് നമുക്കറിയാം. 2C2E ബോണ്ട് എന്നാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് 4 ടെർമിനൽ BH ബോണ്ട്സിന് നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏത് ബോറോണിൻ്റെ സ്ട്രക്ചറായിട്ട് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ നോക്കാം. ഇൻ ഡൈബൊറൈൻ 2 BH യൂണിറ്റ്സ് ആർ ലിങ്ക് ബൈ ഏതാണ് 2 ബ്രിഡ്ജ് ഹൈഡ്രജൻ. ഇനി ദെയർഫോർ ഇറ്റ് ഹാസ് എന്താണ് 8 BH ബോണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്ക് എത്ര BH ബോണ്ട് ഉണ്ട്, 8 BH ബോണ്ട് ഉണ്ട്. ഹൗവർ ഡൈബൊറൈൻ ഹാസ് എന്താണ് ഓൺലി 2 വാലൻസ് ഇലക്ട്രോൺ ആർ നോട്ട് സഫിഷ്യൻറ്റ് ടു ഫോം എ നോർമൽ കോവാലൻ ബോണ്ട്. അപ്പോൾ ഈ ഡൈബൊറൈൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാലൻസ് ഇലക്ട്രോൺ എത്ര വരും, 12 വരാം. പക്ഷേ നോർമൽ എന്ത് ഫോം ചെയ്യാൻ ചാൻസ് ഇല്ല, ഒരു കോവാലൻ ബോണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദ 4 ടെർമിനൽ BH ബോണ്ട്സ് ആർ നോർമൽ കോവാലൻ ബോണ്ടാണ്. അപ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാം അവൻ്റെ എന്താണ് 4 ടെർമിനൽ BH ബോണ്ട്സ് ഏതാണ് നോർമൽ ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഏതാണ് ഒരു കോവാലൻ ബോണ്ടായിരിക്കും. അപ്പം അതാണ് നമ്മൾക്ക് 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ഇനി ദ റിമൈനിങ് 4 ഇലക്ട്രോൺസ് ആയതാണ് ടു ബി യൂസ്ഡ് ഫോർ ദി ബ്രിഡ്ജിങ്. അപ്പോൾ ആ സ്ട്രക്ചർ നമുക്ക് അവിടെ എന്തും കാണാൻ പറ്റും, ഒരു ബ്രിഡ്ജ് അവിടെ കാണാൻ പറ്റും. ബ്രിഡ്ജിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആരായിരിക്കും, നമ്മൾ നോക്കുമ്പോൾ 3 സെൻറ്റേഡ് BHB ബോണ്ട്സ് ആർ പ്ലസ് 2 ഇലക്ട്രോൺ ഈച്ച്. അപ്പം നമ്മൾ ബ്രിഡ്ജിന് വേണ്ടി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്ത് വരുന്നത്, ദ റിമൈനിങ് 4 ഇലക്ട്രോൺസ് ഹാവ് ടു ബി യൂസ്ഡ് ഫോർ ഏതാണ് ബ്രിഡ്ജിങ്. അവിടെ നമ്മളിൽ വരുമ്പോഴത്തേക്ക് ഏതാണ് 3 സെൻറ്റേഡ് BHB ബോണ്ട്സ് ആണ് നമ്മൾ എന്തിനു ബ്രിഡ്ജിന് വേണ്ടി വയ്ക്കുന്നത്. അപ്പോൾ ഹാൻസ് ദീസ് ബോണ്ട്സ് ആർ ഏതാണ് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. അപ്പം അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് 3 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് 2 സെൻറ്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ദ ബ്രിഡ്ജിങ് ഹൈഡ്രജൻ ആറ്റം ആറിൻ്റെ ഏതാണ് പ്ലെയിൻ. അപ്പോൾ നമുക്ക് ആ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് കാണാൻ പറ്റും അവൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യൂസസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഏതാണ് ഡൈബൊറൈൻ യൂസസ് ഏതാണ് ഹൈ എനർജി ഫ്യൂലായിട്ട് നമുക്ക് എന്ത് ചെയ്യും പ്രൊപ്പലൻറ്റിൽ ഉപയോഗിക്കാം. ഡീസ് യൂസസ് ഏതാണ് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം. ഇനി എന്താണ് വെൽഡിങ് ടോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ കോമ്പൗണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതെന്ന് പറയുന്നത് ഗ്രൂപ്പ് 13 എന്ന് പറയുന്നത് ബോറോൺ ഫാമിലി. ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏതാണ് ഈ എടുക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് ഏതെന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് ഇവിടുത്തെ ഏത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതുപോലെ അടുത്ത് നമുക്ക് ഏത് നമുക്ക് നോക്കാം ഗ്രൂപ്പ് 14 നമുക്ക് അവിടെ നോക്കാം. അത് പക്ഷേ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ഉണ്ട്. ഈ ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതൊക്കെ എലമെൻറ്റ്സ് ആണുള്ളത് നമുക്കറിയാം. ഏതൊക്കെയാണ് വരുന്നത്, കാർബൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ജെർമേനിയം ഉണ്ട്, പിന്നെ ടിന്നുണ്ട്, പിന്നെ ഏതാണ് ലെഡ്, പിന്നെ നമ്മളത്തേക്ക് ഫ്ലറോവിയം എന്നാൽ FL എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഏതാണ് NS2 പിന്നെ ഏതായിരിക്കും NP2 ആണ് ആരെന്ന് പറയുന്നത് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ട് വരുന്നത്. അപ്പം ഈ എടുക്കുന്ന ഏത് ഗ്രൂപ്പ് എലമെൻറ്റ്സിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏത് വരെ NS2 NP4 വരാം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ജനറൽ പ്രോപ്പർട്ടീസിൽ ദ അറ്റോമിക് റേഡിയൈ ഓഫ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ആർ സ്മോളർ ദാൻ ദോസ് ഓഫ് ഏതാണ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സും വെച്ച് നോക്കാം, ഗ്രൂപ്പ് 14 നമ്മൾ നോക്കാം. ആ ഗ്രൂപ്പ് 14നേക്കാളും സൈസ് അവൻ എന്തായിരിക്കും വളരെ കുറവായിരിക്കും. അപ്പോൾ അറ്റോമിക് റേഡിയ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദ അറ്റോമിക് റേഡിയ ഓഫ് എന്താണ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ആർ സ്മോളർ ദാൻ ദോസ് ഓഫ് കറസ്പോണ്ടിങ് ഇതാണ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്. കാരണം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്താ ന്യൂക്ലിയർ ചാർജ് അവിടെ എന്ത് ചെയ്യും ഇൻക്രീസ് അവിടെ ചെയ്യും. ഇത് കാരണം ഗ്രൂപ്പ് 14 സൈസ് അവിടെ എന്ത് ചെയ്യും കുറയും. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന പ്രോപ്പർട്ടി. ഇനി നമുക്ക് ഗ്രൂപ്പ് ഡൗൺ ദി ഗ്രൂപ്പ് നമുക്ക് ഇനി പറയേണ്ട കാര്യമില്ല. എന്താണ് ദ അറ്റോമിക് റേഡിയ ഓഫ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് എന്താണ് ഇൻക്രീസസ് റെഗുലർലി ഡൗൺ ദി ഗ്രൂപ്പ്. അപ്പം നമുക്ക് എന്താണ് ഗ്രൂപ്പ് 14 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇവൻ്റെ അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യും ഇൻക്രീസസ് ഡൗൺ ദി
ഗ്രൂപ്പ് തന്നെ. അവിടെ എന്താണ് ഇറഗുലാരിറ്റി ഒന്നുമില്ല, അവിടെ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും, കാരണം ഡ്യൂ ടു ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെല്ലാണ്. ഓക്കെ, ഇനി നമ്മൾ അയണൈസേഷൻ എന്താൽപ്പി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദ ഫസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഏതാണ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ആരായിരിക്കും ഹയർ ദാൻ ദോസ് ഓഫ് ഏതാണ് ഗ്രൂപ്പ് 13 എന്ന് പറയാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഗ്രൂപ്പ് 14ൻ്റെ അയണൈസേഷൻ എന്താൽപ്പി ആരെക്കാളും ഗ്രൂപ്പ് 13-നെക്കാളും കൂടുതലായിരിക്കും ഡ്യൂ ടു ഏതാണ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അവൻ്റെ എന്ന് പറഞ്ഞ അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോഴത്തേക്ക്. ഇനി നമ്മൾ വേണമെങ്കിൽ എന്താണ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയ ഓഫ് ദി എന്താണ് എലമെൻറ്റ്സ് ഫ്രം C2Pb അപ്പോൾ അയണൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും ഡിക്രീസസ്. അപ്പോൾ ഇവിടെ അയണൈസേഷൻ എന്താൽപ്പി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ അയണൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്, കാരണം പറയുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ഷെൽ അവിടെ എന്ത് ചെയ്യും ഇൻക്രീസ് അവിടെ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ അയണൈസേഷൻ എന്താൽപ്പിയുടെ കേസ്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡ്യൂ ടു ഇൻഎഫക്റ്റീവ് ഓഫ് ഏതാണ് ഷീൽഡിങ് എഫക്റ്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ ബൈ ഏതാണ് D ആൻഡ് F ഓർബിറ്റൽ ദ സീക്വൻസ് ഓഫ് അയണൈസേഷൻ എനർജി നമ്മൾ നോക്കുമ്പോൾ അപ്പം ഏതാണ് ഡ്യൂ ടു ഇൻഎഫക്റ്റീവ് ഷീൽഡിങ് എഫക്റ്റ് കാരണം അയണൈസേഷൻ എന്താൽപ്പി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഹയസ്റ്റ് വരുന്ന ആർക്കായിരിക്കും നമ്മൾ എടുക്കുന്ന കാർബൺ ആയിരിക്കും. ഏറ്റവും കുറവെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന ഏതിനാണ് PB. ഇതാണ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും നമുക്ക് നോക്കാം. ദ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ആയിരിക്കും മച്ച് ഹയർ ദാൻ ദോസ് ഓഫ് ഏതാണ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്, കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ദോസ് ഫ്രം ഏതാണ് 4 വാലൻസ് ബോൺസ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എത്ര വാലൻസ് ഇലക്ട്രോൺ ആണ് വരുമ്പോഴത്തേക്ക് 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അത് കാരണം അവിടുത്തെ ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും സ്ട്രോങ് ബൈൻഡിങ് ഫോഴ്സ് ആയിരിക്കും. അപ്പം ഇവിടെ സോളിഡ് ആയാലും ശരി ലിക്വിഡ് ആയാലും ശരി ഇവൻ്റെ ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും എന്ന് പറയുമ്പോഴത്തേക്ക് ഏതായിരിക്കും ഹയർ അവിടെ ആയിരിക്കും. അപ്പം ഇവിടെ നമുക്ക് നോക്കാം മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഡിക്രീസസ് ഡിസെൻഡിങ് ഇൻ ദി ഗ്രൂപ്പ് ഫ്രം ഏതാണ് കാർബൺ ടു ബിക്കോസ് ഓഫ് ഏതാണ് ബോണ്ട് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതുകൂടെ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ നമ്മൾ പറഞ്ഞത് ഈ എടുക്കുന്ന ഏത് മെൽറ്റിംഗ് പോയിൻറ്റും ഉണ്ടാകാം, പിന്നെ പറയുമ്പോഴത്തേക്ക് ഏതാണ് ഈ പറഞ്ഞ ബോയിലിംഗ് പോയിൻറ്റും ഉണ്ടാകാം. ഇവന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ഡിക്രീസസ് ഓൺ എന്താണെന്ന് പറയുമ്പോൾ ഡിസെൻഡിങ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഡിക്രീസസ് ഓൺ എന്തുവാണ് ഡിസെൻഡിങ് ആണെന്ന് പറഞ്ഞത് എവിടെ തൊട്ട് കാർബൺ ടു ലെഡ് വരെ. കാരണം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഏത് ബോണ്ടായിരിക്കും MM ബോണ്ടെന്ന് പറയുന്ന ബോണ്ട് ബിക്കം ഏതാണ് വീക്കറായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് ബോണ്ട് MM ബോണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ബിക്കം ആരാണ് വീക്കർ ആസ് ദ സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്. ഇത് കാരണം ഒരു ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും എന്ത് ചെയ്യും ഡിക്രീസസ് ഓൺ ഏതാണ് ഡിസെൻഡിങ് ആയിട്ട് വരും. ഇനി നമുക്ക് നോക്കുന്നത് ഏതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ പഠിക്കുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് 13 14 കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏത് കാണിക്കാം +2 അവിടെ എന്ത് ചെയ്യാം കാണിക്കാം. അതുപോലെ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് +2ൻ്റെ കൂടാതെ ഏതും കാണിക്കാം +4 അവിടെ എന്ത് ചെയ്യാം കാണിക്കാം. അപ്പം ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ വരാം +2 വരാം, പിന്നെ ഏതും വരാം +4 അവിടെ എന്ത് ചെയ്യാം വരാം. അപ്പോൾ ഇവിടെ ഓർഡർ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ദ സ്റ്റെബിലിറ്റി ഓഫ് എന്താണ് +2 സ്റ്റേറ്റ് എന്ന് ഇൻക്രീസസ് ഫ്രം എവിടെ നിന്ന് ജർമേനിയൻ ടു ഏതാണ് PB. അപ്പം ആ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് എവിടെ തൊട്ടാണ് സ്റ്റേബിൾ കൂടുന്നത് നോക്കണം. ഈ +4 ഓക്സിജൻ സ്റ്റേറ്റ് ഏറ്റവും സ്റ്റേബിളായിട്ട് വരുന്ന ആർക്കെന്നാണ് ഇവിടെ നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ റീസൺ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റിയ ഏതാണ് ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അത് ഈസിയാണ്, നമ്മളിന് പറയേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്ക് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും, ഏതാണ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കാം. അപ്പം ഇതിൽ ആരാണ് ഏറ്റവും +2 ഓക്സിജൻ സ്റ്റേറ്റ് മോസ്റ്റ് സ്റ്റേബിൾ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഏതാണെന്ന് PB ആണ് വന്നത്. അതേസമയം +4 ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആരായിരിക്കും വരാൻ നമ്മൾ എടുക്കുന്നത് ജർമേനിയം. ഓക്കെ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് അല്ല ഇലക്ട്രോ പോസിറ്റീവ് തന്നെ ആരായിരിക്കും ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ്. നമ്മളെടുക്കുന്ന ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആയിരിക്കും ആസ് കമ്പയർഡ് ടു ആരായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം.
ഈ കെമിക്കൽ പ്രോപ്പർട്ടി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഏതാണ്? ഹൈഡ്രൈഡ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ എടുക്കുന്ന ഓൾ മെമ്പർ ഓഫ് എന്ന ഗ്രൂപ്പ് 14 ഫോം ഏതാണ്? കോവാലൻറ്റ് ഹൈഡ്രൈഡ്. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്നത് ഏതായിരിക്കും? കോവാലൻറ്റ് ഹൈഡ്രൈഡ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ് അതിൻ്റെ പേരൊക്കെ നമുക്കറിയാം. കാർബണിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ഹൈഡ്രോ കാർബൺ ആകാം. പിന്നെ പറയുമ്പോഴത്തേക്ക് സിലിക്കണിൻ്റെയും ജെർമേനിയം എന്ന് പറയുന്നത് സിലേനിയം, പിന്നെ ജെർമെയിൻസ് ആണ്. പിന്നെ എന്താണ് ടിന്നിൻ്റെയും ലെഡിൻ്റെയും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ്? സ്റ്റാനയും, പിന്നെ എന്ന് പറയുന്നത് പ്ലംബേനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരുപാട് എന്ത് ചെയ്യാം, മീൻസ് ഹൈഡ്രൈഡ് അവിടെ എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. പക്ഷേ ദ നമ്പർ ആൻഡ് ഈസ് ഓഫ് ഫോർമേഷൻ എന്താണ് ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. അതുകൂടെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെച്ചോണം. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അപ്പം എല്ലാ എലമെൻ്റ് എന്ത് ഫോം ചെയ്യും? ഹൈഡ്രൈഡ് അവിടെ ഫോം ചെയ്യും. പക്ഷേ ഇവിടെ ആ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുക്കുന്ന ഏത് ഹൈഡ്രൈഡിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് TH, അതായത് തെർമൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്ന അറിയാമോ? ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. അപ്പം ദ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് എന്തുവാണ്? ഹൈഡ്രൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 14 എന്തുവാണ്? ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പാണ്. അതുപോലെ വേറൊരു കാര്യം കൂടെ നോക്കണം. നമ്മൾ നോക്കുമ്പോൾ RC, അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റെഡ്യൂസിങ് ക്യാരക്ടർ, അതെന്ത് ചെയ്യും? ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. അപ്പോൾ ഇത് രണ്ടും നോക്കിക്കണം. ചിലപ്പോൾ തെർമൽ സ്റ്റെബിലിറ്റി ഏതാണ് ഹയസ്റ്റ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ തന്നെ റെഡ്യൂസിങ് ക്യാരക്ടർ ഏറ്റവും കുറവോ കൂടുതലോ ആർക്കെന്ന് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഗ്രൂപ്പ് 14 ഹൈഡ്രൈഡ്സ് അവിടെ എന്ത് ചെയ്യാം? ചോദിക്കാൻ ചാൻസ് അവിടെ ഉണ്ടാകാം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹാലൈഡ്സ് ആണ്. ഹാലൈഡ്സ് എന്ന് നമുക്കറിയാം എന്താണ്? ഈ എടുക്കുന്ന എലമെൻറ്റ്സ് എല്ലാം എന്ത് ഫോം ചെയ്യും? മീൻസ് ഹാലജനായിട്ട് കമ്പൈൻ ചെയ്ത് ഹാലൈഡ് അവിടെ ഫോം ചെയ്യുക. ആ ഹാലൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? കോവാലൻ ഹാലൈഡ് ആയിരിക്കും. ഫോമിൽ എന്തുമായിരിക്കും? MX4 ആയിരിക്കും. പക്ഷേ അവിടെ എക്സെപ്ഷൻ ഉണ്ട്, രണ്ടാൾക്കാർ. ഏതാണ്? PbBr4 പിന്നെ നോക്കുമ്പോഴത്തേക്ക് PbI4. ഇതാണ് ഏത് നമ്മളെടുക്കുന്ന ഹാലൈഡിൽ. പക്ഷേ ഇവിടെയും നമ്മളൊരു കാര്യം നോക്കണം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? തെർമൽ സ്റ്റെബിലിറ്റി. ഇതിൽ തെർമൽ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, അതായത് TS. ഓക്കെ, തെർമൽ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ CX4-നാണ് ഏതെന്ന് പറയുന്നത്? നമ്മളെടുക്കുന്ന ഹൈ എന്ന് പറയുന്നത്. അപ്പം അവിടെയും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് ഏത് എലമെൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പ് 14 എലമെൻറ്റ്സിൽ ഹയസ്റ്റ് തെർമൽ സ്റ്റെബിലിറ്റി ആർക്കാണ് വരുന്നത്? നമ്മളെടുക്കുന്ന കാർബൺ, അതായത് CX4-നാണ്. പക്ഷേ ഈ ഹാലജൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? ഡിഫറെൻ്റ് ആകാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് നോക്കാം? MF4 ഉണ്ടാകാം. അതുപോലെ ഏതുണ്ട്? MCl4 ഉണ്ടാകാം. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്? MBr4 ഉണ്ടാകാം. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? MI4 ഉണ്ടാകാം. അപ്പോൾ നമ്മൾ സെയിം മെറ്റലാണ്, പക്ഷേ ഹാലജൻ മാറി വരുമ്പോഴത്തേക്ക് തെർമൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ആർക്കാണ് അവിടെ കൂടുതൽ? MF4-ന്. അപ്പം നമ്മളെടുക്കുന്ന ഹാലജൻ മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ മെറ്റൽസ് എന്തുവാണ് സെയിം, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹാലജൻ എന്തുവാണ്? ഇവിടെ ഡിഫറെൻറ്റ് ഹാലജൻ വരുന്നുണ്ട്. മെറ്റൽ എന്തുവാണ്? സെയിം ആകുമ്പോഴത്തേക്ക് അവിടെ എന്തുവാണ്? MF-നാണ് തെർമൽ സ്റ്റെബിലിറ്റി കൂടുതൽ. നേരത്തെ കണ്ടതുപോലെ ഹാലജൻ സെയിം ആകാം, പക്ഷേ മെറ്റലാണ് മാറി വരുന്നെങ്കിൽ എന്തുവാണ്? CX4-നാണ് ഏത് തെർമൽ സ്റ്റെബിലിറ്റി അവിടെ എന്ത് ചെയ്യുന്നു? കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ എക്സ്ട്രാ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് CX4 ഉണ്ട്. അതായത് CX4 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ്? നമുക്ക് ഇവനെന്തുവാണ്? ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ എടുക്കുന്ന ഹാലൈഡ്സിൽ വി കനോട്ട് എന്തുവാണ്? ഹൈഡ്രോളൈസ് ഓൺലി വൺ ഹാലൈഡാണ് ആരെന്ന് നമ്മളെടുക്കുന്ന CX4 എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പം നോക്കണം, നമ്മളെടുക്കുന്ന SiX ഉണ്ട്. SiX4 നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രോളൈസ് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? SiO2. പിന്നെ നോക്കുമ്പോഴത്തേക്ക് എന്തുവാണ്? HX അവിടെ എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. അപ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എക്സെപ്റ്റ് CX4 അതർ ടെട്രാഹൈഡ്രൈഡ് ക്യാൻ ബി എന്താണ്? ഹൈഡ്രോളൈസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എന്താണ്? വേക്കൻറ്റ് ഡി ഓർബിറ്റൽ. അപ്പം ഈ CX4-ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടായിരിക്കും? ആബ്സെൻസ് ഓഫ് ഏതാണ്? ഡി ഓർബിറ്റൽ. ഇതാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം എന്താണ്? ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റെബിലിറ്റി അപ്പോൾ ആർക്കായിരിക്കും അവിടെ കൂടുതൽ നോക്കുമ്പോഴത്തേക്ക്? അപ്പം ഈസ് ഓഫ് എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് ഹൈഡ്രോളൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെയും വരുമ്പോഴത്തേക്ക് ഏതാണ്? SiX4 എന്ന് പറയുന്ന കോമ്പൗണ്ടിനാണ്, ഹാലൈഡിനാണ് എന്തെന്ന് ഹൈഡ്രോളൈസിലും സ്റ്റെബിലിറ്റി ചെയ്ത് കൂടുതലെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതാണ്? ഓക്സൈഡ്സ് നമുക്ക് നോക്കാം. ഓക്സൈഡ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്
എന്താണ് അവർ രണ്ട് എന്താണ് ഓക്സൈഡ്സ് അവിടെ ഫോം ചെയ്യാം. അതായത് ഏതൊക്കെ MOയും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതും ഫോം ചെയ്യാം, MO2 അവിടെ ഫോം ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ഏതൊക്കെ ഫോം ചെയ്യുന്ന MOയും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് MO2 അവിടെ ഫോം ചെയ്യാം. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതാണ് CO2 ഉണ്ട്, പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് SiO2 ഉണ്ട്. ഈ രണ്ട് ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണെന്ന് അറിയാമോ അസിഡിക് ആയിരിക്കും. അപ്പോൾ ഈ എടുക്കുന്ന ഓക്സൈഡ്സിൽ കാർബൺ ഡൈ ഓക്സൈഡും സിലിക്കൺ ഡൈ ഓക്സൈഡുമാണ് ഏതെന്ന് പറയുന്നത് അസിഡിക് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഏതായിരിക്കും അംഫോട്ടറിക് ആയിരിക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കുന്ന ഏതെന്ന് പറയുന്നത് ഓക്സൈഡ്. ഇനി കാർബൈഡ് ഉണ്ട്. ഇവിടെ നമ്മൾ കാർബൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ദ ബൈനറി കോമ്പൗണ്ട്സ് ഏതാണ് കാർബൺ വിത്ത് എലമെൻറ്റ് അതർ ദാൻ ഏതാണ് ഹൈഡ്രജൻ ആർ കോൾഡ് എന്താണ് കാർബൈഡ്. അപ്പം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഏതാണ് കാർബൺ വിത്ത് ഏതായിരിക്കും എലമെൻറ്റ്സ് അതർ ദാൻ ഹൈഡ്രജൻ, അതിന് വിളിക്കുന്ന പേരാണ് നമ്മൾ എടുക്കുന്ന ആരെന്ന് പറയുന്നത് കാർബൈഡ് എന്ന് നമ്മളവിടെ പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം അയോണിക് എന്താണ് ഇവിടെ ഫോം ചെയ്യുന്ന കാർബൈഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മിക്കവാറും നമ്മൾ ഇത് അയോണിക് ആയിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഫോം ചെയ്യുമ്പോഴത്തേക്ക് അയോണിക് കാർബൈഡ് എന്താണ് ആർ ഫൗണ്ട് ബൈ ദ മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പം ഇവിടെ ആൽക്കലി മെറ്റൽസോ അല്ലെങ്കിൽ എർത്ത് മെറ്റൽസോ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇവർ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് കാർബൈഡ് ഏതായിരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മീൻസ് ഏതാണ് അയോണിക് കാർബൈഡാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് BC എന്ന് പറയുന്നത് ബെറീലിയം, അത് BeC ഉണ്ട്. അതുപോലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് Al4C3 ഉണ്ട്. അപ്പം ഇവർക്ക് നമ്മൾ പേരുണ്ട് എന്താണ് മെത്തനൈഡ് എന്ന് അവിടെ പറയാം. അപ്പം ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത് ഏതാണ് Be2C, അതായത് ബെറീലിയം കാർബൈഡ് ഉണ്ട്, പിന്നെ ഏതാണ് അലൂമിനിയം കാർബൈഡ് ഉണ്ട്, അത് Al4C3 ഉണ്ട്. ഇവർക്ക് നമ്മൾ പേര് വിളിക്കുന്നതാണ് മെത്തനൈഡ്. അപ്പം ഇവർക്ക് വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത് മെത്തനൈഡ്. അപ്പം മെത്തനൈഡ് എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇവരെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഫോം ചെയ്യും, മീഥേൻ അവിടെ എന്ത് ചെയ്യും ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവർ അതുകൊണ്ട് വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് മെത്തനൈഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് അവിടെ വേണം നമുക്ക് നോക്കാം. അതേ സമയം ഏതാണ് സിലിക്കണും പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് ബോറോണും ഉണ്ട്. ഇവന്മാരുടെ കാർബൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണെന്ന് അറിയാമോ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കോവാലൻ കാർബൈഡാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത്. അപ്പം സിലിക്കണും ബോറോണും ഫോം ചെയ്യുന്നതാണ് കോവാലൻ്റാണ്. അതേസമയം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അയോണിക് കാർബൈഡ് അവിടെ എന്ത് ചെയ്യാം ഫോം ചെയ്യാം, അതായത് ഏതൊക്കെ ഗ്രൂപ്പ് എലമെൻറ്റുമായിട്ട് കമ്പൈൻ പറഞ്ഞു. ഇനി SiC ഉണ്ട്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതെന്ന് കാർബറണ്ടം. ഹാസ് എന്താണ് ഡയമണ്ട് ലൈക്ക് സ്ട്രക്ചറാണ്, അതിന് വിളിക്കുന്ന പേരാണ് ഏത് ആർട്ടിഫിഷ്യൽ ഡയമണ്ട്. അപ്പം മറന്നു പോകരുത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതാണ് SiC, അവന് വിളിക്കുന്ന പേരുണ്ട് എന്താണ് കാർബറണ്ടം. ഇവന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താണ് നമ്മളെടുക്കുന്ന ആർട്ടിഫിഷ്യൽ ഡയമണ്ട് എന്ന് നമ്മൾ വിളിക്കുന്ന കോമ്പൗണ്ടാണ് സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെടുക്കുന്ന ഏത് കാർബൈഡിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി നമുക്കറിയാനുള്ള കാര്യമാണ് ഏത് അലോട്രോപ്പ് ഓഫ് കാർബൺ ഏതൊക്കെ അലോട്രോപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാണ് ഡയമണ്ട് ഉണ്ട്, പിന്നെ ഏതുണ്ട് ഗ്രാഫൈറ്റ് ഉണ്ട്, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം അറിയാവുന്ന കാര്യമാണ്, അതിൻ്റെ സ്ട്രക്ചർ അറിയാം. പിന്നെ ഏതാണ് ഡയമണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, ആബ്സെൻസ് ഓഫ് ഏതാണ് ഫ്രീ ഇലക്ട്രോൺ, കാരണം ഡയമണ്ട് എന്ത് ചെയ്യും അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഏതാണ് ഫ്രീ ഇലക്ട്രോൺ. പിന്നെ ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ അല്ലെങ്കിൽ ബക്കി ബോളാണ് നമ്മൾ എടുക്കുന്നത് ഏതെന്ന് പറയുന്നത് ഫുള്ളറിൻ എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് അലോട്രോപ്സ് ഓഫ് കാർബൺ പറഞ്ഞ ശേഷം നമുക്ക് നോക്കാം ഏതാണ് നമ്മൾ എടുക്കുന്ന അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ഏതാണ് കാർബൺ. അപ്പോൾ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടായിരിക്കും നമുക്കറിയാം ഡ്യൂ ടു സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ആബ്സെൻസ് ഓഫ് ഏതാണ് ഡി ഓർബിറ്റൽ. ഇതെല്ലാം കാരണം നമുക്ക് എന്ത് ചെയ്യാം ഈ എടുക്കുന്ന മീൻസ് കാർബൺ അനോമലസ് ബിഹേവിയർ അവിടെ എന്ത് ചെയ്യാം കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന അനോമലസ് ബിഹേവിയറിൽ കാർബൺ ആണ് ഏതെന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ഹാർഡ് ഡസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം എന്തായിരിക്കും ലെസ് ഹാർഡായിരിക്കും, കാരണം കാർബണിലാണ് ആര് വരുന്നത് ഡയമണ്ട് വരുന്നത്. അടുത്ത പോയിന്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും പിന്നെ എന്തുവാണ് ബോയിലിംഗ് പോയിൻറ്റും ഉണ്ട്. ഇവൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും അവിടെ എന്തുമായിരിക്കും ഹൈ ആയിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവൻ്റെ മാക്സിമം കോവാലൻസി, അതായത് നമ്മൾ കാർബണിൻ്റെ കോവാലൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് 6 ആയിരിക്കും. ബാക്കിയുള്ള എലമെൻറ്റ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ എടുക്കുന്ന കാർബണിൻ്റെ ഏതാണ് കോവാലൻസി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 4ഉം
ബാക്കിയുള്ളവരുടെ എന്ന് പറയുമ്പോഴത്തേക്ക് കോവാലൻസി എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ് 6 ആണ്. അപ്പം ഈ എടുക്കുന്ന കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റ് അവിടെ എന്ത് ഫോം ചെയ്യാം, പി പൈ എന്ന് പറയുന്ന എന്ത് ഫോം ചെയ്യാം, ബോണ്ട് അവിടെ ഫോം ചെയ്യാം. അതായത് ഹൈ എക്സ്റ്റൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നത്. പക്ഷേ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഫോം ചെയ്യുന്നതായിരിക്കും പി പൈ ഡി പൈ ആയിരിക്കും. ഇനി കാറ്റിനേഷൻ, നമ്മൾ കാർബൺ എന്ത് ചെയ്യും, കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഏതെന്ന് പറഞ്ഞാൽ കാറ്റിനേഷൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ആരായിരിക്കും, നമ്മളെടുക്കുന്ന കാർബൺ ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മളെടുക്കുന്ന അവൻ്റെ കാർബണിൻ്റെ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്ന കോമ്പൗണ്ട്സ് ആണ് ഏതെന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്. അപ്പോൾ പ്രിപ്പറേഷൻ നമുക്കറിയാം, സ്ട്രക്ചറുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഫോംഡ് ചെയ്യുന്ന ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഏതാണ് കാർബൺ ആൻഡ് കാർബൺ കണ്ടെയ്നിങ് ഫ്യൂവൽ. അപ്പോൾ ഇൻകംപ്ലീറ്റ് കമ്പഷൻ വരുമ്പോഴത്തേക്കാണ് എന്ത് ഫോം ചെയ്യുന്നത്, കാർബൺ മോണോക്സൈഡ് അവിടെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പം കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ ശരി, കാർബൺ നമ്മൾ എന്ത് ചെയ്യും, പാസിങ് സ്റ്റീം ഓർ എന്താണ് റെഡ് ഹോട്ട് കോക്കോയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നത്, കാർബൺ മോണോക്സൈഡും പിന്നെ നമ്മളത്തേക്ക് ഡൈഹൈഡ്രജനും. ഈ കാർബൺ മോണോക്സൈഡ് ഡൈഹൈഡ്രജൻ മിക്സിനെ വിളിക്കുന്ന പേരാണ് ഏതെന്ന് പറഞ്ഞാൽ വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് അല്ലെങ്കിൽ സിങ്ക് ഗ്യാസ് എന്ന് പറയുന്നത്. ഈ കാർബൺ മോണോക്സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ എടുക്കുന്ന കാർബണിന് ഓക്സിജനും നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കാർബൺ മോണോക്സൈഡും ഡൈനൈട്രജനും കിട്ടും. അപ്പോൾ മിക്സ്ഡ് ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഡൈനൈട്രജൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഗ്യാസ്. വാട്ടർ ഗ്യാസും ഉണ്ട്, പിന്നെ നമ്മൾ ഏതുണ്ട്, പ്രൊഡ്യൂസർ ഗ്യാസും ഉണ്ട്. ഇനി അപ്പോൾ ഈ എടുക്കുന്ന ഏതാണ് വാട്ടർ ഗ്യാസിലുള്ള കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഗ്യാസിനകത്തുള്ള കാർബൺ മോണോക്സൈഡ് വീണ്ടും ആരുമായിട്ട് റിയാക്ട് ചെയ്യും, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. പക്ഷേ ഈ എടുക്കുന്ന വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻറ്റ് ഫ്യൂൽ ഗ്യാസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് സ്ട്രക്ചറൊക്കെ നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ് നമ്മൾ എടുക്കുന്ന ഏതെന്ന് പറഞ്ഞാൽ സ്ട്രക്ചറായിട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് അവിടെ റെസണൻസ് സ്ട്രക്ചറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് റെസണൻസ് സ്ട്രക്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കാർബൺ എന്ത് ചെയ്യാം, നെഗറ്റീവും മറ്റേ പോസിറ്റീവും വരാം. ഇനി ആ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ഇൻ്റർചേഞ്ച് ചെയ്യാം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ട്, ഈ കാർബൺ മോണോക്സൈഡ് സ്ട്രക്ചർ എന്തായിരിക്കും, ലീനിയർ ആയിരിക്കും. ഹൈബ്രിഡൈസേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, sp ഹൈബ്രിഡൈസേഷനാണ് നമ്മൾ നോക്കുമ്പോൾ വരുന്നത്. ഇതെല്ലാമാണ് ഏതെന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ സ്ട്രക്ചറായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ഇനി ഈ ഇരിക്കുന്ന ഏതാണ്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ ലോൺ പെയർ ഇലക്ട്രോൺ ഓൺ ദി കാർബൺ ആറ്റം, കാർബൺ മോണോക്സൈഡ് ആക്ടേഴ്സ് ഏതാണ്, ലൂയിസ് ബേസ് ഓർ എ ലിഗാൻഡ് ആയിട്ട് അവിടെ വരാം. അങ്ങനെ ഈ എടുക്കുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ എന്തുണ്ട്, ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ദേ ആർ ആക്ടേഴ്സ് ഏതാണ്, ലൂയിസ് ബേസ് എന്ന് അവിടെ പറയാം. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇവൻ്റെ ഡൈപോൾ മൊമെൻ്റ് ഓഫ് എന്താണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നതായിരിക്കും ലോ ആണ്, ഡ്യൂ ടു ദ ബാക്ക് ഡൊണേഷൻ ഓഫ് ഏതാണ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഈ ഇരിക്കുന്ന കാർബൺ മോണോക്സൈഡ് ഡൈപോൾ മൊമെൻ്റ് എന്താണ്, 0 അല്ല ഏതാണ്, ലോ ആണ്, ഡ്യൂ ടു ബാക്ക് ഡൊണേഷൻ ഓഫ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഇതാണ് നമ്മൾ പറയുന്ന എടുക്കുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ സ്ട്രക്ചറും അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ന്യൂട്രൽ ഓക്സൈഡ് എന്ന് പറയാം, ഇറ്റ് ഇസ് എ കളർലെസ് ഏതാണ്, ഓർഡർലെസ് ഗ്യാസ് എന്ന് പറയാം. പക്ഷേ ഈ എടുക്കുന്ന കാർബൺ മോണോക്സൈഡ് ഏതാണ് നമുക്കറിയാം, ഒരു പോയിസണസ് ഗ്യാസ് ആണ്. കാരണം ഇത് ബ്ലഡിലെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യാം, ഒരു കാർബോക്സി ഹീമോഗ്ലോബിൻ അവിടെ എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ടോക്സിക് പോയിസണസ് ഗ്യാസ് എന്ന് പറയാം. ഇനി റെഡ്യൂസിങ് പ്രോപ്പർട്ടീസാണ് ആര് കാണുന്നത്, കാർബൺ മോണോക്സൈഡ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ എടുക്കുന്ന കാർബൺ മോണോക്സൈഡ് എന്താണ്, ഈസിലി ഓക്സിഡൈസ്ഡ് ടു ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പം കാർബൺ മോണോക്സൈഡ് ക്യാൻ ഈസിലി ഏതാണ് ഓക്സിഡൈസ് ടു ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഇറ്റ് ആക്ട് ആസ് എ പവർഫുൾ ഏതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പം ഈ ഇരിക്കുന്ന കാർബൺ മോണോക്സൈഡ് എന്തായിട്ട് മാറും, ഓക്സിഡേഷൻ സംഭവിച്ച് ആരായിട്ട് മാറും, CO2 ആയിട്ട് മാറും. അങ്ങനെ മാറുന്നതുകൊണ്ട് അവന് നമുക്ക് എന്ത് വിളിക്കാം, ഒരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന എക്സാമ്പിൾ ഇതാണ്, സിങ്ക് ഓക്സൈഡും കാർബൺ മോണോക്സൈഡ് കമ്പൈൻ ചെയ്യുമ്പോൾ ആരായിട്ട് മാറും, സിങ്കും കാർബൺ ഡൈ ഓക്സൈഡും. കോപ്പർ ഓക്സൈഡ് കമ്പൈൻ ചെയ്യും, പ്യൂർ കോപ്പർ. Fe2 അതിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി, Fe. ഇതാണ് അവൻ്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ വരുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, റിയാക്ഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഏതാണ്, മെറ്റൽ കാർബോണൈൽ. അത് നിങ്ങൾക്ക് അറിയാം, മെറ്റൽ കാർബോണൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഈ കമ്പൈൻ വിത്ത് എന്താണ് മെനി ട്രാൻസിഷൻ മെറ്റൽസ്. അതായത് നമ്മൾ എടുക്കുന്ന അയണായിട്ടോ കൊബാൾട്ടുമായിട്ടോ അല്ലെങ്കിൽ നിക്കലുമായിട്ടോ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, കാർബോണൈൽ അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും.
അപ്പം NI എന്ന് പറഞ്ഞാൽ നിക്കൽ ആരുമായിട്ട് കമ്പൈൻ ചെയ്യും, കാർബൺ മോണോക്സൈഡ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, NiCO 4 ടൈംസ് അവിടെ എന്ത് ചെയ്ത് ഫോം ചെയ്യും. ഇതാണ് നമ്മൾ എടുക്കുന്ന ഇത് നിക്കൽ കാർബോണൈൽ എന്ന് പറയുന്നത്. അപ്പം ഈ നിക്കൽ കാർബോണൈലിനെ നമുക്ക് എന്തെന്ന് പറയാം, നമ്മൾ ഹീറ്റ് ചെയ്യും. എത്രയിൽ 440 to 450 നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതാരായിട്ട് മാറും, ഡീകമ്പോസ് ചെയ്ത് പ്യുവർ മെറ്റലായിട്ട് നിക്കലായിട്ട് മാറും. ഈ പ്രോസസ്സിന് ഒരു പേരുണ്ടായിരുന്നാണ് മോൺസ് പ്രോസസ്സ്. അതായത് നമ്മൾ പ്യൂരിഫിക്കേഷൻ ഓഫ് നിക്കലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് മോൺസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഫോർമേഷൻ ഓഫ് ഏതാണ്, ഫോസ്ജീനാണ് അടുത്ത റിയാക്ഷനിൽ. അതായത് ഈ എടുക്കുന്ന കാർബൺ മോണോക്സൈഡ് ആരുമായിട്ട് കമ്പൈൻ ചെയ്യും, ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് സൺലൈറ്റ് ടു ഫോം ഏതാണ് കാർബണൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഫോസ്ജീൻ. ഇതാണ് ഹൈലി പോയിസണസ് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഏതാണ് നമ്മൾ പറയുന്നത് മീൻസ് പ്രോപ്പർട്ടീസ് ഓഫ് ഏതാണ് കാർബൺ മോണോക്സൈഡ് ആണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇത് അബ്സോർപ്ഷൻ, അതായത് കാർബൺ മോണോക്സൈഡ് റെഡിലി അബ്സോർബ് ചെയ്യുന്ന സൊല്യൂഷൻ ഓഫ് കോപ്പർ ക്ലോറിൻ കോൺസെൻട്രേറ്റഡ് HCl ഓർ ഏതാണ് NH3 ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സോലുബിൾ കോംപ്ലക്സ്. അപ്പം ഈ എടുക്കുന്ന കാർബൺ മോണോക്സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്യാം. ഏതൊക്കെ ഉപയോഗിച്ച്, കോപ്പർ ക്ലോറൈഡ് കോൺസെൻട്രേറ്റ് HCl അല്ലെങ്കിൽ അമോണിയ ഉപയോഗിച്ച്. കാരണം എന്തുകൊണ്ടാണ്, ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അല്ലെങ്കിൽ സോലുബിൾ കോംപ്ലക്സ്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് യൂസസ് ആണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മെറ്റലർജിക്കൽ മോൺസ് പ്രോസസ് നമ്മൾ കണ്ടതാണ്, ഏതാണ് മെറ്റലർജിക്കൽ പർപ്പസസ്. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്താണ്, ഇൻഡസ്ട്രിയൽ ഫ്യൂൽ, അതായത് വാട്ടർ ഗ്യാസും പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത് പ്രൊഡ്യൂസർ ഗ്യാസ് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, ഇൻഡസ്ട്രിയൽ ഫ്യൂലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മോൺസ് പ്രോസസ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് നമ്മളെടുക്കുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ ഏത് യൂസസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതായത് CO2 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പ്രിപ്പറേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് ലബോറട്ടറി പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. ലബോറട്ടറി പ്രിപ്പറേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, എടുക്കുന്ന കാൽസ്യം കാർബണേറ്റിനെ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഏത് ഗ്യാസ് അവിടെ ഫോം ചെയ്യും, CO2 എന്ന് പറയുന്ന ഗ്യാസ് അവിടെ ഫോം ചെയ്യും. ഇനി രണ്ടാമത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാർബണിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കോമ്പിനേഷനായിട്ട് അല്ലെങ്കിൽ C ആയ നമുക്ക് ഈ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് CO2 അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടായ മീഥേനെ നമ്മൾ എന്ത് ചെയ്യും, ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. വേറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഫോം ചെയ്യും. അതുപോലെ നമ്മൾ എടുക്കുന്ന ഏതാണ് ഡീകമ്പോസിഷൻ ഓഫ് ഏതാണ് കാർബണേറ്റ്, അതായത് കാൽസ്യം കാർബണേറ്റോ അല്ലെങ്കിൽ മഗ്നീഷ്യം കാർബണേറ്റിനെയോ നമ്മൾ എന്ത് ചെയ്യാം, ഹീറ്റ് ചെയ്യും. അതായത് ഡീകമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഏത് ഗ്യാസ് ഫോം ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഫോം ചെയ്യും. അതുപോലെ മെറ്റാലിക് കാർബണേറ്റ് ഓർ മെറ്റാലിക് ബൈകാർബണേറ്റ് റിയാക്ട് വിത്ത് ഏതാണ് സൾഫ്യൂരിക് ആസിഡ്, ദ ഫോം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോഡിയം കാർബണേറ്റോ അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റോ അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും, സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അവിടെ ഫോം ചെയ്യും. ഇനി പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്, കളർലെസ് ഓഡർലെസ് ഗ്യാസ് ആണ്, സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ ആണ്, ഹെവിയർ ദാൻ എന്താണ് എയർ ആണ്, സോൾഡിഫിക്കേഷൻ അതായത് കാർബൺ ഡൈ സോൾട്ട് ഫോം ഏതാണ് ഡ്രൈ ഐസ്. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. ഈ എടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും, വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, കാർബോണിക് ആസിഡ് അവിടെ ഫോം ചെയ്യും. രണ്ടാമത് ഈ എടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സോഡിയം കാർബണേറ്റ് ആയിട്ട് ഫോം ചെയ്യും. പക്ഷേ അവിടെ എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്താണ് സോഡിയം ബൈകാർബണേറ്റ് അവിടെ ഫോം ചെയ്യും. ആ ഇക്വേഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, സോഡിയം കാർബണേറ്റും. എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഡിയം ബൈ കാർബണേറ്റും ഫോം ചെയ്യും. അപ്പം ഈ എടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്ത് ഏതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ടു ഫോം ഏതാണ് കാർബണേറ്റ് ആൻഡ് വാട്ടർ. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് റിലീസ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, കാൽസ്യം കാർബണേറ്റും പിന്നെ മുമ്പത്തേക്ക് വാട്ടറും. ഇനി എടുക്കുന്ന മെറ്റലുമായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നതെങ്കിൽ ടു ഫോം കറസ്പോണ്ടിങ് ഏതായിരിക്കും, ഓക്സൈഡ്. ഇനി അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് നോൺ മെറ്റലുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിലോ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്, കാർബൺ മോണോക്സൈഡ് അവിടെ ഫോം ചെയ്യും. ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി പ്രിപ്പറേഷൻ യൂസ് നമുക്ക് നോക്കുന്നത് ടു പ്രിപ്പയർ ഏതാണ് സോഫ്റ്റ് ഡ്രിങ്ക്. അതാണ് നമ്മൾ എടുക്കുന്ന ഏത് കാർബോണിക് ആസിഡ്. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷറായിട്ട് ഉപയോഗിക്കാം. പിന്നെ എന്താണ് കെമിക്കൽ അതായത് യൂറിയയുടെ പ്രിപ്പറേഷൻ വേണ്ടി ഉപയോഗിക്കാം. വാഷിംഗ് സോഡയും ബേക്കിംഗ് സോഡയുടെ എല്ലാം പ്രിപ്പറേഷൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ടു മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ ഓഫ് എർത്ത് സർഫസ്. ഇതെല്ലാം നമ്മൾ നോക്കുന്ന ഇത് യൂസസ്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് സിലിക്കോൺ ഉണ്ട്. സിലിക്കോൺ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്
ഒരു സിന്തറ്റിക് ഓർഗാനോ സിലിക്കൺ പോളിമറാണ് ഏത് സിലിക്കോൺ. അതായത് അവൻ്റെ സിമ്പിൾ ഫോമിൽ നമ്മൾ നോക്കുമ്പോൾ ഏതാണ് R2SiO യൂണിറ്റാണ് ഏതെന്ന് പറഞ്ഞാൽ ഒരു സിലിക്കോണിൽ ഇത് മോണോമറായിട്ട് വരുന്നത്. അവിടുത്തെ ലിങ്കേജ് ഏതായിരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് SiO/Si ലിങ്കേജാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത്. അപ്പോൾ സിന്തറ്റിക് ഓർഗാനോ സിലിക്കൺ ഫോമുല ആയതുകൊണ്ട് പോളിമർ ആയതുകൊണ്ട് ഫോമുല എന്തുമായിരിക്കും R2SiON ടൈംസ്. ഇതാണ് ഫോമുല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ അപ്പോൾ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ എടുക്കുന്ന ഇത് സ്ട്രക്ചറായിട്ട് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ വരുമ്പോഴത്തേക്ക് നോക്കാം. വെൻ മീഥൈൽ എന്താണ് ക്ലോറൈഡ് റിയാക്ട് വിത്ത് ഏതാണ് സിലിക്കൺ ഇൻ ദ പ്രസൻസ് ഓഫ് കോപ്പർ കാറ്റലിസ്റ്റ് എന്താണ് അറ്റ് 450 Kelvin വേരിയസ് ടൈപ്സ് ഓഫ് ഏതാണ് മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ക്ലോറോസിലെയിൻസ് ആർ എന്താണ് ഫോമുല എന്തായിരിക്കും CH3SiCl3 അല്ലെങ്കിൽ CH3 twice SiCl2 ഇങ്ങനത്തെ കോമ്പൗണ്ട് അവിടെ എന്ത് ചെയ്യാം ഫോം ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും ഒരു മീഥൈൽ ക്ലോറൈഡിനെ നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും സിലിക്കോണായിട്ട് റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഏതാണ് കോപ്പർ കാറ്റലിസ്റ്റ്. അപ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഏത് ഈ പറഞ്ഞ സിലിക്കോൺ അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോളൈസിസ് ഓഫ് ഏതാണ് ഡൈക്ലോറോ മീഥൈൽ സിലൈൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യും ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെയിൻ പോളിമർ അവിടെ എന്ത് ചെയ്യും ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് സിലിക്കോൺസ് ആർ മേഡ് അപ്പ് ഓഫ് ഷോർട്ട് ചെയിൻ മോളിക്യൂൾ ആർ ഓയിലി ലിക്വിഡാണ്. സിലിക്കോൺസ് എന്താണ് വിത്ത് മീഡിയം ചെയിൻസ് ബിഹേവിയേഴ്സ് വിസ്കസ് ഓയിലാണ്. ജെല്ലീസ് അല്ലെങ്കിൽ ഗ്രീസസ് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ വരാം. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് കെമിക്കലി ഇനേർട്ടാണ് ആരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സിലിക്കോൺസ്. അതുകൊണ്ട് റെസിസ്റ്റൻസ് ടു ഏതായിരിക്കും ഓക്സിഡേഷനാണ്. തെർമൽ ഡീകമ്പോസിഷൻ ഓർ അറ്റാക്ക് ഓഫ് ഏതാണ് ഓർഗാനിക് ക്രിയേറ്റ് എന്നുള്ള ഏതാണ് ഇനേർട്ടായിട്ട് നിൽക്കാം. സിലിക്കോൺസ് എന്താണ് ബീയിങ് സറൗണ്ടഡ് ബൈ ദ നോൺ പോളാർ ആൽക്കൈൽ ഗ്രൂപ്പ് ആർ വാട്ടർ റിപ്പലിംഗ് നേച്ചർ. അപ്പം ഇരിക്കുന്ന ഗ്രൂപ്പിൽ ആരുണ്ടാകും R2 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവരെന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് നോൺ പോളാർ ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ അവർ ആരായിട്ട് മാറും വാട്ടർ റിപ്പലിംഗ് നേച്ചറായിട്ട് കാണിക്കാം. ദേ ആർ എന്താണ് ഹീറ്റ് റെസിസ്റ്റൻറ്റ് ആൻഡ് ഹൈ ഡൈലക്ട്രിക് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇവരെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിട്ട് ഉപയോഗിക്കും ദേ ആർ ഗുഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് കാണിക്കാം. യൂസസ് വരുമ്പോഴത്തേക്ക് എന്താണ് ഫോർ വാട്ടർ മേക്കിംഗ് പ്രൂഫ് ആയിട്ട് പേപ്പറായിട്ട് ഉപയോഗിക്കാം. പിന്നെ എന്താണ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. എന്താണ് ബയോ കോമ്പറ്റബിൾ അല്ലെങ്കിൽ ദേ ആർ യൂസ്ഡ് സർജിക്കൽ ആൻഡ് കോസ്മെറ്റിക് ഇംപ്ലാന്റ്സിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് നമ്മൾ നോക്കുന്നത് സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ സിലിക്കയാണ്. സ്ട്രക്ചർ നമുക്കറിയാം ഏതാണ് ചെയിൻ പോലെ ഇരിക്കുന്നതാണ്. അപ്പം 95% എർത്ത് ക്രസ്റ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്ക അല്ലെങ്കിൽ സിലിക്കേറ്റ് കൊണ്ടാണ് വരുന്നത്. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കോഡ്സോ അല്ലെങ്കിൽ ക്രിസ്റ്റോ ബാലൈറ്റോ അല്ലെങ്കിൽ ട്രൈഡൈമൈറ്റോ എന്ന ഡിഫറെൻറ്റ് ഫോമിൽ പേരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കോമ്പൗണ്ട് നമുക്ക് സിലിക്കയെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എന്താണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് SiO ബോൺസ് എന്ന് പറയുമ്പോൾ വെരി സ്ട്രോങ് ആണ്. അപ്പോൾ സിലിക്ക ഈസ് ഇനേർട്ട് ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് SiO ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് സ്ട്രോങ് ആയത് കാരണം സിലിക്ക ഇനേർട്ടാണ്. അടുത്ത നമ്മൾ നോക്കും ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് ചെയ്ത് ഹാലജൻ ഡൈഹാലജൻ മോസ്റ്റ് ഓഫ് ദി ആസിഡ്സ്. അപ്പോൾ ഇവനെന്ന് പറയുന്നത് ആരുമായിട്ട് കമ്പൈൻ ചെയ്തില്ല ഹാലജനുമായിട്ട് കമ്പൈൻ ചെയ്യത്തില്ല. അതുപോലെ ഡൈഹൈഡ്രജനോ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ആസിഡുമായിട്ട് മെറ്റലായിട്ട് എന്ത് ചെയ്യും ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യും. ഇനി ഇറ്റ് ഈസ് ഹൈലി എന്താണ് അട്രാക്റ്റഡ് ബൈ ഫ്ലൂറിൻ. അപ്പം ഇവൻ ആരുമായിട്ട് കമ്പൈൻ ചെയ്യാം ഫ്ലൂറിനുമായിട്ടോ ഹൈഡ്രജൻ ഫ്ലൂറൈഡുമായിട്ടോ NaOH എന്ത് ചെയ്യാം കമ്പൈൻ ചെയ്യാം. അപ്പോൾ എല്ലാം ഫോം ചെയ്യുന്നതാണ് SiF4 എന്ന് പറയുന്ന കോമ്പൗണ്ടോ അല്ലെങ്കിൽ H2SiF6 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യാം. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് SiO ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ് വെരി സ്ട്രോങ് ആണ്. അപ്പോഴത്തേക്ക് സിലിക്ക എന്ന് പറയുന്നത് ഇനേർട്ടാണ് ആൻഡ് ഹൈ ഏതാണ് ഈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഡസ് നോട്ട് റിയാക്ട് ചെയ്ത് ഏതാണ് ഹാലജൻ ഡൈഹൈഡ്രജൻ ആൻഡ് മോസ്റ്റ് ഓഫ് ദി ആസിഡ്സ് ആൻഡ് മെറ്റൽസ് ഈവൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആണ്. പിന്നെ ഇവനെ ആരുമായിട്ട് കമ്പൈൻ ചെയ്യാം ഫ്ലൂറിനുമായിട്ടോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡായിട്ടോ NaOH റിയാക്ട് ചെയ്യാം. യൂസസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സിലിക്കൺ ഡയോക്സൈഡ് യൂസസ് എന്ന കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാം. പിന്നെ എന്താണ് നമുക്ക് വെൻ NH4 twice COCl4 എന്ന് പറയുന്നത് ആഡഡ് ടു സിലിക്ക ജെൽ ഇറ്റ് ഈസ് ആക്ട് എന്ന ഹ്യൂമിഡിറ്റി ഡിറ്റക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ബ്ലൂ വെൻ ഡ്രൈ ബട്ട് ടേൺസ് എന്ന പിങ്ക് വെൻ ഹൈഡ്രേറ്റഡ്. അപ്പോൾ ഇതിൻ്റെ കളർ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബ്ലൂ ആയിരിക്കും ഡ്രൈ ആകുമ്പോൾ ബട്ട് ടേൺ പിങ്ക് വെൻ ഹൈഡ്രേറ്റഡ്. അങ്ങനെ നമുക്ക് എന്ത് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഹ്യൂമിഡിറ്റിയോടെ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇതാണ് നമ്മളെടുക്കുന്ന ഏതെന്ന് പറയുന്നത് P ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഇയർ P ബ്ലോക്കിൽ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്
നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ മാത്രമേ ആവുന്നുള്ളൂ. കാരണം നമുക്കറിയാം ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുത്ത് പഠിക്കുന്ന ചാപ്റ്ററാണ്. നമുക്ക് ജസ്റ്റ് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ജസ്റ്റ് റെഫറൻസ് നമുക്ക് എന്ത് ചെയ്യായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാവുന്നതാണ്. ടെക്സ്റ്റ് നല്ല വൃത്തിയായി വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും കുറച്ചുകൂടി ഐഡിയ ഇടും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഇതിനെ ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താവും കുറച്ചുകൂടെ ഈസിയാവും. ഓക്കെ, താങ്ക് യു.